ഉണ്ടാക്കുന്നുണ്ട്, കറണ്ട്. മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് കറണ്ട്. മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് കറണ്ട് വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. എൻട്രൻസ് എക്സാമിനേഷൻ ഒരുപാട് മാത്രം ചോദ്യങ്ങളുണ്ട്. ഇലക്ട്രിക് കറണ്ട് എക്സിബിറ്റ്സ് ത്രീ ഇഫക്ട്സ്. കറണ്ടിന് ആകപ്പാട് 3 ഇഫക്റ്റുകളെ ഉണ്ടാക്കാൻ പറ്റും. ബാക്കി നമ്മൾ കാണുന്ന എല്ലാ ഇഫക്റ്റുകളും ഈ 3 ഇഫക്റ്റുകൾ വെച്ച് ഉണ്ടാക്കിയതാണ്. ഒന്ന്, കെമിക്കൽ ഇഫക്റ്റ് ഓഫ് കറണ്ട്. ഇതാണ് കറണ്ടിൽ ആദ്യം കണ്ടുപിടിക്കുന്നത്. ഇലക്ട്രിക് കറണ്ട് കണ്ടുപിടിക്കാനുണ്ടായ കാരണം തന്നെ പലതരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ആയിരുന്നു. ആ കെമിക്കൽ റിയാക്ഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ വോൾട്ടൈക് പൈലും അതിനു മുമ്പായിട്ട് ഡാനിയൽ സെല്ലും ലെക്ലഞ്ചി സെല്ലും ഈ തരത്തിലുള്ള ഒരുപാട് ടൈപ്പുള്ള സെല്ലുകളൊക്കെ വന്നു. 1800-കളിലാണ് ഈ എക്സ്പെരിമെൻറ്റുകൾ മുഴുവൻ നടക്കുന്നത്. ഒത്തിരി എക്സ്പെരിമെൻ്റ്, അത് വളരെ രസകരമായ എക്സ്പെരിമെൻറ്റുകൾ ഉണ്ടായിരുന്നു. ആ എക്സ്പെരിമെൻറ്റുകൾ പിന്നെ ഡെവലപ്പ് ചെയ്താണ് കെമിക്കൽ ഇഫക്റ്റ് ഓഫ് കറണ്ടിലേക്ക് പോകുന്നത്. ഡാനിയൽ, ലെക്ലാഞ്ചി, വോൾട്ട, ഫാരഡേ, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പ് ഓഫ് ശാസ്ത്രജ്ഞന്മാരെന്നതിൻ്റെ പുറകെ വർക്ക് ചെയ്തിട്ടാണ് കെമിക്കൽ എഫക്റ്റ് ഓഫ് കറണ്ട് കൊണ്ടുവരുന്നത്. whenever a current is passed through a chemical solution, an electrolyte എന്ന് പറയും, electrolytic dissociation takes place. This effect is called chemical effect of current. ഒരു ഇലക്ട്രോലൈറ്റ് വഴി കറണ്ട് പാസ് ചെയ്താൽ ആ ഇലക്ട്രോലൈറ്റിൽ ചില ഇഫക്റ്റുകൾ ഉണ്ടാക്കാൻ കറണ്ടിന് കഴിയും. such a phenomenon is called chemical effect of current. രണ്ടാമത്തത് thermal effect of current. When a current is passed through a wire, heat is generated. അതാണ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിങ്ങും ഇലക്ട്രിക്കൽ പവറുമായിട്ടൊക്കെ നമ്മൾ പഠിക്കുന്നത്. അതൊക്കെ 1810-ലും 1802-ലും 1805-ലും ഒക്കെ അതിനെക്കുറിച്ച് ഒരുപാട് മാത്രം പഠനങ്ങൾ നടന്നിരുന്നു. മൂന്നാമത്തെ ഇഫക്റ്റാണ് മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് കറണ്ട്. അതാണ് അവസാനം കണ്ടുപിടിച്ച ഇഫക്റ്റ്. ഇറ്റ് വാസ് ഒബ്സർവ്ഡ് ഇൻ 1820. ചില ബുക്കുകളിൽ 21 എന്ന് എഴുതിയിട്ടുണ്ട്. 20 ആണ് കറക്റ്റ്. 1820 ഒക്ടോബർ. അതുകൊണ്ടാണ് ചിലർ 1821 എന്ന് എഴുതുന്നത്. ഒക്ടോബറിലാണ് ഓയർസ്റ്റഡ് കണ്ടക്റ്റഡ് എ നമ്പർ ഓഫ് എക്സ്പെരിമെന്റ്സ്. ഒരുപാട് എക്സ്പെരിമെന്റ്സ് അന്ന് പോപ്പുലറായി. അതിൽ ഏറ്റവും പോപ്പുലറായ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് നീഡിൽ ആൻഡ് വയർ എക്സ്പെരിമെന്റ് in order to demonstrate a magnetic effect of current. Whenever a current is passed through a wire, magnetic field is produced. Whenever a current is passed through a wire, heat is generated is thermal effect. Whenever a current is passed through a chemical, electrolytic dissociation takes place is called chemical effect of current. ഈ 3 ഇഫക്റ്റേ ഉള്ളൂ. ആ കെമിക്കൽ ഇഫക്റ്റിന് ആയിരക്കണക്കിന് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിലൊന്നാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. അതൊക്കെ ഇന്ന് ഫിസിക്സിൽ നിന്ന് അതെല്ലാം പോയി കഴിഞ്ഞു. ഫാരഡേസ് ലാസ് ഓഫ് ഇലക്ട്രോളിസിസ്, chemical equivalent and electrochemical equivalent, M equals Z/IT, voltammeters, the concept of voltammeters and so on. ഒരു വളരെ വലിയൊരു ബ്രാഞ്ചാണ്. ഇന്നും ഒരുപാട് മാത്രം പഠനങ്ങൾ നടക്കുന്ന ഒരു ബ്രാഞ്ച്. ഒത്തിരി ആപ്ലിക്കേഷൻ അതിന്. തെർമൽ ഇഫക്റ്റ് ഓഫ് കറണ്ട് വന്നതിന് ശേഷം സേഫ്റ്റി ഫ്യൂസും കാര്യങ്ങളെല്ലാം വന്ന് നമ്മൾ കുറച്ചേ ഉള്ളൂ പഠിക്കാനായിട്ട്. കാരണം അതിനകത്ത് വലിയ എക്സ്പെരിമെൻറ്റുകളൊന്നുമില്ല. H = I²RT എന്നുള്ളതാണ്. മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് കറണ്ട് ഭയങ്കരമായി പിന്നെ ഡെവലപ്പ് ചെയ്തു. 1820 ഈ പ്രോസസ് കണ്ടുപിടിക്കുന്നു. whenever a current is passed through a wire, around the wire a magnetic field is produced. ഇത് നേരെ തിരിച്ച് എക്സ്പെരിമെന്റ് ചെയ്തതാണ് ഫാരഡേ. whenever a magnetic field changes, a current is developed is the principle of generator. 1841 ആദ്യത്തെ ജനറേറ്റർ സ്ഥാപിക്കുകയും ചെയ്തു. ഹെൻറി എന്ന് പറഞ്ഞാൽ ഹെൻറി
അയാളാണ് ഇൻഡക്ടർ പ്രോപ്പർട്ടീസ് മുഴുവൻ പഠിച്ച മനുഷ്യനാണ്. നമുക്കത് കുറച്ച് പഠിക്കാനുണ്ട് കേട്ടോ. ഞാൻ കുറേ എടുത്തു തരാം, കുറേ ഫോട്ടോഗ്രാഫ്സൊക്കെ കാണിച്ചു തരാം. അങ്ങനെ 1820 ഓയർസ്റ്റഡ് ചെയ്ത എക്സ്പെരിമെൻ്റ് ആണ് ഇന്നും ലോകത്ത് വളരെ പോപ്പുലറായിട്ട് കാണുന്നത്. വളരെ പോപ്പുലറാണ്. ഈ സാധാരണ രീതിയിൽ ഇതൊക്കെ പഠിക്കാൻ തുടങ്ങുന്ന ആൾക്കാർ ആദ്യം ഈ എക്സ്പെരിമെൻ്റൊക്കെ ചെയ്ത് നോക്കും. എക്സ്പെരിമെൻറ്റ്, നമുക്ക് ആ എക്സ്പെരിമെൻറ്റ് പഠിക്കണം. ആ എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് 2 റൂളുകൾ പഠിക്കാനുണ്ട്. അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് ഈ നിൽക്കുന്ന നീല ഷർട്ട് ഇട്ട ആളാണ് ഓയർസ്റ്റഡ് എന്നുള്ള മനുഷ്യൻ. വലുതാക്കി തരാം. ഓയർസ്റ്റഡ് വരപ്പാണ്, അന്ന് ഫോട്ടോഗ്രാഫി ഒന്നുമില്ല, അത് കറണ്ടേ വന്നിട്ടില്ലല്ലോ. അതിൻ്റെ ബാക്കിലിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് വോൾട്ടായിക് പൈലാണ്. അന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ഈ ഒരു സാധനമേ ഉള്ളൂ, വോൾട്ടായിക് പൈൽ. 1808 അത് വന്നു. പിന്നീടാണ് എക്സ്പെരിമെൻറ്റുകൾ വളരെ പോപ്പുലറായിട്ട് നടക്കുന്നത്. ഫ്രോഗ് ഒരു തവളയുടെ തൊട കീറിയിട്ട് അതിൻ്റെ മസിലിൽ കറണ്ട് കൊടുത്ത് അതിനെ വൈബ്രേറ്റ് ചെയ്യിച്ച് മസിൽസും കറണ്ടുമായിട്ട് റിലേഷൻ പഠിച്ചു. ഇന്നും മസിലുകൾ ആക്ടിവിറ്റി ചെയ്യിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബേസിക് സാധനം കറണ്ട് തന്നെയാണ്. പേസ് മേക്കർ ഈസ് എ സിമ്പിൾ എക്സാമ്പിൾ. അത് 1808 പഠിച്ചൊരു സാധനമായിരുന്നു അത്. അതായത് ഇലക്ട്രിക്കൽ കറണ്ട് ഉപയോഗിച്ച് നമുക്ക് മസിൽ ഇമ്പൾസ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പഠിച്ചു. അതാണ് പിന്നെ പേസ് മേക്കറായിട്ട് മാറുന്നത്. എന്നാൽ ലോകത്ത് എത്രയോ ആൾക്കാർ പേസ് മേക്കർ ജീവിക്കുന്നു. ഇത് ഓയർസ്റ്റഡിൻ്റെ ഇതാണ് ആ എക്സ്പെരിമെൻറ്റ്. നീഡിൽ ആൻഡ് വയർ, ഒരു വയറും അതിൻ്റെ താഴെ ഒരു നീഡിലും വെച്ചിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ്. ഇറ്റ്സ് വെരി പോപ്പുലർ. ഇയാൾ പോകുന്നിടത്തെല്ലാം ഇത് കാണിച്ചു കൊടുക്കുക, ഇത് കാണിക്കുമായിരുന്നു. ഈ ഒരു എക്സ്പെരിമെൻ്റ് ഇങ്ങനെ ഒരു സംഭവം കാണിക്കുമായിരുന്നായിരുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം, ഇതൊക്കെ പറഞ്ഞുതരാം. അവിടെ തീർന്നു. ഇല്ല, ഇതാണ് വോൾട്ടായിക് പൈൽ. ഇതാണ് പിന്നെ എക്സ്പെരിമെൻറ്റും. ഇതാണ് കെമിക്കൽ എഫക്റ്റാണ് കാണിക്കുന്നത്. അത് വെച്ചിട്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട് കണ്ട കുറേ സാധനങ്ങൾ കാണാൻ പറ്റും. ഈ ഇരിക്കുന്ന മനുഷ്യൻ നെപ്പോളിയൻ എന്നുള്ളതാണ്. നെപ്പോളിയൻ, അയാളുടെ കയ്യിലൊരു വാളും ഇരിപ്പുണ്ട് കണ്ട. ഇതാണ് വോൾട്ടായിക് പൈൽ ഒറിജിനൽ ഇക്വിപ്മെൻറ്റ്. ഞാൻ ഇതിൻ്റെ ഒരു മോഡൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സിങ്കും കോപ്പറും ആയിരുന്നു ഇതിൻ്റെ മെയിൻ കോമ്പോസിഷൻ. ഇതിനിടയിൽ ചില പ്രത്യേക തരത്തിലുള്ള ലീഫുകൾ വയ്ക്കുമായിരുന്നു കെമിക്കൽ റിയാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട്. ആ ഒരു ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേക തരത്തിലുള്ള ലീഫുകളായിരുന്നു ആദ്യകാലങ്ങളിൽ. പിന്നീട് അത് കെമിക്കലായിട്ട് മാറി. ഒരു പ്രത്യേക തരത്തിലുള്ള കനം കൂടിയ ഇലകൾ വയ്ക്കുമായിരുന്നു, ലീഫി സാധനങ്ങളായിരുന്നു. ആ കനം കൂടിയ ഇലകൾക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ വളരുന്ന നവര എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിൻ്റെ ഇല ഭയങ്കര കനമാണ്. പിന്നെ ഈ നാട്ടുപുറത്തൊക്കെ പോയി കഴിഞ്ഞിരുന്നാൽ തക്കാളി എന്നൊരു സാധനം കിട്ടും, മറ്റേ ടപ്പ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്ന സാധനം. അതിൻ്റെ ഇലയൊക്കെ വെട്ടി വെച്ചൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ ചേനയുടെ ഇല ഭയങ്കര കനമാണ്. അങ്ങനത്തെ ഇലക്ട്രോലൈറ്റ് ഉള്ള ഇലകൾ വെച്ചിട്ടാണ് ആദ്യകാലത്ത് വളരെ റൂഡ് മെത്തേഡായിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത്. ഇതാണ് വോൾട്ടായിക് പൈലിൻ്റെ സിങ്ക് ആൻഡ് കോപ്പർ. അതാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞ സാധനമാണത്. ഇപ്പോൾ ആദ്യകാലങ്ങളിൽ ഇലക്ട്രോലൈറ്റ് നമുക്ക് ജെല്ലി രൂപത്തിലൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റാത്തത് കൊണ്ട് അതിന് പകരം നമ്മൾ ഈ ചില പ്രത്യേക ഇലകൾ അതിനകത്തുള്ള കെമിക്കൽ ഉപയോഗിച്ചൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇതാണ് ഒരു എലിമെന്റ്. അതിന്റെ കോമ്പോസിഷൻ വെച്ചിട്ടാണ് ഈ പൈൽ എന്ന് പറഞ്ഞാൽ അടുക്കെന്നുള്ള അർത്ഥമേ പൈല് വോൾട്ടായിക് പൈൽ വോൾട്ടേജ് ഉണ്ടാക്കുന്ന ഒരു അടുക്ക് സിസ്റ്റം എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അതിന് കാണിച്ചു തരാം. ഇതൊക്കെ ഇപ്പോൾ എടുത്തു തരാം. നല്ല ഒരു ചുരുളം ചെറുകയല്ലേ. ഇനി വോൾട്ടായിക് പൈലിലേക്ക് നമുക്ക് പോവാം. ഇതാണ് വോൾട്ടായിക് പൈൽ. ഇതാണ് സാധനം. ഇതാണ് ഒറിജിനൽ വോൾട്ടായിക് പൈൽ. ഈ സാധനം വെച്ചിട്ടാണ് അവർ ചെയ്തിരുന്നത്. അതിൻ്റെ ഈ കെമിക്കലിൻ്റെ അളവ് കുറയുമ്പോഴത്തേക്ക് അത് സ്ക്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുകളിൽ സ്ക്രൂ വെച്ചേക്കുന്നത്. അത് ഞെക്കുമ്പോഴത്തേക്ക് കുറച്ച് നേരം കൂടെ വർക്ക് ചെയ്യും. അതിൻ്റെ വോൾട്ടേജ് കുറയുമ്പോൾ ഞെക്കി കൊടുക്കും അതിന്. അന്ന് ഇലക്ട്രിക്കൽ വയറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫ്ലാറ്റ് മെറ്റൽ ഷീറ്റുകൾ കട്ട് ചെയ്ത് ഫ്ലാറ്റാക്കി അടിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് അന്ന് വയറൊക്കെ എടുത്തിരുന്നത്. ഇതാണ് സാധനം. ആ ബാക്കിൽ അവർ ചെയ്ത എക്സ്പെരിമെൻറ്റ് കാണാം. അവരത് എഴുതിപ്പോണ്ട്. ഞാൻ നേരത്തെ കാണിച്ച പടം ഞാൻ ചുവരിൽ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബൾബിലൂടെ അത് പ്രൊജക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് സാധിച്ചിരിക്കുന്നത് വോൾട്ടായിക് പൈൽ. ഏകദേശം 1830 വരെ എല്ലാ ഫിസിക്സിനകത്ത് നടന്ന ഫണ്ടമെന്റൽ എക്സ്പെരിമെന്റ്സും വോൾട്ടായിക് പൈൽ വെച്ച് ചെയ്തിരുന്നു. ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിനെന്ന് പറയാൻ പറ്റത്തില്ല, ആയിരക്കണക്കിന് വോൾട്ടായിക് പൈലുകളൊന്നും ഉണ്ടാക്കിയിരുന്നു സയൻസ് പർപ്പസിന് വേണ്ടി മാത്രം. ഇതാണ് ഓയർസ്റ്റഡ് എക്സ്പെരിമെന്റ്. ഇതാണ് സാധനം. ദ എക്സ്പെരിമെന്റൽ അറേഞ്ച്മെന്റ് കൺസിസ്റ്റ് ഓഫ്, അവിടെ ഇരിക്കുന്ന ഓയർസ്റ്റഡ് ആണ് അവിടെ ഇരിക്കുന്നത്. കൺസിസ്റ്റ് ഓഫ് എ മാഗ്നറ്റിക് നീഡിൽ. ചുവപ്പ് എന്ന് പറയുന്നത് നോർത്തും ഗ്രീൻ എന്ന് പറഞ്ഞാൽ സൗത്ത്. അത് അതിൻ്റെ കൺസെപ്റ്റ് എങ്ങനെയാണ്? പ്ലസ് മൈനസ് എന്നുള്ള അർത്ഥത്തിൽ ബാറ്ററിയിലെ പോലെ തന്നെയാണത്. അതൊരു സ്ട്രെയിറ്റ് വയർ സ്ട്രെച്ച് ചെയ്ത് പിടിക്കണം. സ്ട്രെച്ച് ചെയ്തിരിക്കാനായിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്.
ആ വയറിൻ്റെ എൻഡ് എന്ന് പറയുന്നത് നമ്മളൊരു ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അടുത്ത് വരുമ്പോൾ ലൈറ്റ് തെളിയും. അവിടെ ഒരു ലൈറ്റ് ഇട്ടിട്ടുണ്ട്, ഞാൻ ലൈറ്റ് വരും. whenever a current is switch, ഞാൻ ഇത് ഓൺ ചെയ്യുന്നു, ഉടനെ ഒരു കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പാസ് ചെയ്യും. ഇവിടുന്ന് മുകളിൽ കൂടെ കുറേ റെഡ് ഇലക്ട്രോൺസ് പോകുന്ന കാണാൻ പറ്റും. നോക്കിയത് കണ്ട. whenever a current is passed through a wire, a needle placed below the wire shows a deflection. ഒരു മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വേണം. ദാറ്റ് ഇസ് ദ പ്രിൻസിപ്പിൾ. എന്ന് പറഞ്ഞാൽ എപ്പോഴൊക്കെയാണോ കറണ്ട് പാസ് ചെയ്യുന്നത് അപ്പോഴെല്ലാം ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത്. Now the battery is reversed. അത് റിവേഴ്സ് ചെയ്ത് ഓഫ് ചെയ്ത് അത് റിവേഴ്സ് ചെയ്തു. കണ്ട, റിവേഴ്സ് ചെയ്തു. അപ്പോൾ കറണ്ട് തിരിച്ചു പോയപ്പോഴത്തേക്ക് ഡിഫ്ലക്ഷൻ ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. So the deflection produced in a magnetic needle depends on the direction of current. Whenever a current is passed through a wire, എന്തുണ്ടായിരിക്കും അവിടെ? A magnetic field is produced. ഇതല്ല, ഇനി ഒരു അനിമേഷനുള്ള വേറെ കാണും. ഇതിനകത്ത് ലൈറ്റ് വന്നിട്ടില്ലല്ലോ. നിക്ക് ഓയർസ്റ്റഡ് എക്സ്പെരിമെന്റ് ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നു. അല്ലെ, ഇതിനകത്ത് ഇട്ടാണ്. ഇതിനകത്ത് ഞാൻ ഒരു ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് അവസാനമാണ്. ഇനി അടുത്ത് വരുമ്പോൾ ലൈറ്റ് കണ്ട, കറക്റ്റ്. ഇത് ഞാൻ ഇത് അതിന് കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തതാണ്. ലൈറ്റ് കത്തി, അവിടെ ബാറ്ററി ഓൺ ചെയ്തു, അത് ഓൺ ചെയ്തു, കീ ഓണായി, കറണ്ട് ഒഴുകാൻ തുടങ്ങി. നീഡിൽ ഷോസ് എ ഡിഫ്ലക്ഷൻ. ബാറ്ററി ഞാൻ റിവേഴ്സ് ചെയ്തു, ഓട്ടോമാറ്റിക്കായിട്ട് കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി. എപ്പോഴും നമ്മൾ ഒരു സർക്യൂട്ട് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുമ്പോഴും അത് ഡിസ്കണക്ട് ചെയ്യുമ്പോഴും കീ ഓഫ് സ്റ്റേറ്റിലായിരിക്കണം. ഇറ്റ് ഇസ് എ റൂൾ. അതുകൊണ്ടാണ് ഞാനത് ഓഫ് ചെയ്തിട്ടാണ് തിരിക്കുന്നത്. കണ്ട, അല്ലെങ്കിൽ അത് ബാറ്ററിക്ക് തകരാറാണ്. അതുകൊണ്ടാണ് കാറിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിലോ അവരാദ്യം ചെയ്യുന്ന ബാറ്ററി ഡിസ്കണക്ട് ചെയ്തുള്ളത്. എന്നിട്ട് ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യുള്ളത്. ഡിസ്കണക്ട് ചെയ്തിട്ട് അതിന് ഊരത്തുള്ള എന്ത് ചെയ്യത്തുള്ളവർ. ബാറ്ററി എടുക്കുന്ന അനക്കുകയാണെങ്കിൽ പോലും അവർ ഡിസ്കണക്ട് ചെയ്തതിന്. ഇറ്റ് ഇസ് എ റൂൾ. അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് ഉണ്ടെങ്കിൽ ബാറ്ററി വിൽ എക്സ്പ്ലോഡ്. ഇത് എക്സൈഡിൻ്റെ പുതിയ ബാറ്ററിയാണ് വെച്ചിരിക്കുന്നത്. ആ നീഡിലിൻ്റെ അടിഭാഗത്തിരിക്കുന്ന ബേസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന പഴയ കാലത്തെ കോപ്പറാണ്. ആ ഒരു ഫിനിഷ് വരത്തക്ക രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബ്രാസാണ്. അത് ബ്രാസ് ഇരുന്ന് പഴയ അവസ്ഥയിലായതാണ്. ഇത് വളരെ പോപ്പുലർ ആയിരുന്നു എക്സ്പെരിമെന്റ്. Whenever a current is passed through a wire, a magnetic field is produced around it. A needle placed below the wire shows a deflection, either in the clockwise or in the anti-clockwise direction, depending on the direction of current. എന്ന് അയാൾ എഴുതി വച്ചു. This experiment is called wire and needle experiment. ഈ എക്സ്പെരിമെന്റിനെ അടിസ്ഥാനമാക്കി പിന്നീട് വളരെയധികം പഠനങ്ങൾ നടന്നു. അതിൽ നിന്ന് 2 ബേസിക് നിയമങ്ങൾ എഴുതുകയുണ്ടായി. ഇനി ആ ബുക്ക് എടുത്താൽ മനസ്സിലാവും. നോക്കി, ഇനി ബുക്ക് നോക്കിക്കോളൂ, പേജ് നമ്പർ 1. In 1820, Oersted conducted a number of experiments to prove the existence of magnetic field around a current carrying conductor. One of the famous experiments is the magnetic needle and wire experiment. The experimental arrangement consists of a compass needle placed over the current carrying wire. Whenever a current is passed through the wire, the needle shows a deflection. When the current is reversed, underline ചെയ്യണം, when the current is reversed, the deflection gets reversed. Direction of current ഡിപ്പെൻഡ് ചെയ്യുമോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. യെസ്, അത് റിവേഴ്സ് ചെയ്താൽ അതും ഡിഫ്ലക്ഷനും റിവേഴ്സ് ചെയ്യണം. അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ബേസ്ഡ് ഓൺ ദീസ് ഒബ്സർവേഷൻസ് ഇറ്റ് ഈസ്. അപ്പം മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് കറണ്ട് റിവേഴ്സിബിൾ ആണോ? റിവേഴ്സിബിൾ ആണ്. നമുക്ക് കറണ്ട് മാറ്റിയാൽ അതിൻ്റെ ഡയറക്ഷൻ മാറ്റാൻ പറ്റും. Whenever a current is passed through a wire, magnetic field is produced around it. This is the magnetic effect of current. This is add ചെയ്യണം അവിടെ പോയി. This is the magnetic effect of current. അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയൊരു ഡയഗ്രം ഒക്കെ വരച്ചിട്ടുണ്ട്. നോക്കി കാണാൻ പറ്റും. ഒരു കണ്ടക്ടർ, അത് അത്രയൊക്കെ കിട്ടുള്ളൂ ക്ലാരിറ്റി. അതിൽ കറണ്ട് മുകളിലോട്ട് പോയപ്പോഴത്തേക്ക് ഡിഫ്ലക്ഷൻ ക്ലോക്ക് വൈസ് ആയെങ്കിൽ കറണ്ട് താഴോട്ട് നമ്മളേക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ആയി. ഓക്കെ, ഇതുമായി റിലേറ്റ് ചെയ്ത് 2 റൂളുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ലാംബിയർട്ട് സ്വിമ്മിംഗ് റൂൾ ഞാൻ അവിടെ ഇട്ടെന്നേ ഉള്ളൂ. അത് വേണ്ട, നമുക്കത് വേണ്ട, സൈഡിൽ ഇൻഡിട്ടേക്ക്. ഇങ്ങനെ ഒരു റൂൾ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവില്ല. കാരണം നിങ്ങൾക്ക് സ്വിമ്മിങ് അറിയാവുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതുകൊണ്ട് സ്വിമ്മിംഗ് റൂൾ എന്നാണ് ഒരു പേര്. നോക്കി, ആംബിയർട്ട്സ് സ്വിമ്മിംഗ് റൂൾ. അത് എന്തുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിക്കും. അതിനാണ് അവിടെ ഇട്ടേക്കുന്നത്. തൽക്കാലം അത് വേണ്ട, നമുക്ക് നിങ്ങൾ ആവശ്യമുള്ളവരെ വായിച്ചു നോക്കുക. അത് സ്വിമ്മിങ് അറിയണം. കൈയുടെ മൂവ്മെന്റും തലയുടെ മൂവ്മെന്റൊക്കെ അറിയണം. ഈ വെള്ളത്തിൽ നീന്തുന്നവര് കൈ മാറുന്നതനുസരിച്ച് തല അപ്പുറം ഇപ്പുറം മാറ്റിയാണ് നീന്തുന്നത്. നോക്കിയാൽ കാണാൻ പറ്റും. അതറിയാവുന്നവനത് മനസ്സിലാവും. എനിക്ക് നീന്താനെന്ന് പറഞ്ഞു ഒരിക്കൽ വെള്ളത്തിൽ ഇറങ്ങി കൊടുത്ത് നീന്ത്. ഞാൻ ഇറക്കം കുറഞ്ഞ സ്ഥലത്താണെങ്കിൽ
കാലുകൊണ്ട് തൊന്നി നടന്നു പോകും. ആരെങ്കിലും കണ്ടാൽ വിചാരിക്കും നീന്താണെന്ന് വിചാരിക്കും, അത്രേ അറിയാവും. അല്ലാതെ നീന്തലൊന്നും പഠിച്ചിട്ടില്ല, വെള്ളത്തിട്ട് ചത്തു. അടുത്തത് മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് കോർക്കുസ്ക്രൂ റൂൾ. സൈഡിൽ മാർക്ക് ചെയ്യുക, 1 മാർക്ക്. സ്റ്റേറ്റ് എന്ന് പറയും ചോദിക്കും. റൈറ്റ് ഹാൻഡ് കോർക്കുസ്ക്രൂ റൂൾ. ഞാൻ ഇതൊക്കെ ഇന്നിരുന്ന് ചെയ്തതാണ്. ലൈറ്റ് കടത്തി കേട്ടാ, ലൈറ്റ് കൊടുത്ത് ചെയ്തേക്കാണ്. ഇവിടെ തുടങ്ങുന്ന സമയത്ത് ഇതാണ് ആ റൂള്, പറഞ്ഞുതരാം. തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് മാക്സ്വെല്ലിനെ കാണാൻ പറ്റും. മേശപ്പുറത്ത് മാക്സ്വെൽ ഉണ്ടോ അവിടെ? കണ്ട മാക്സ്വെൽ മേശപ്പുറത്തുണ്ട്. കുറച്ച് കഴിയുമ്പോൾ മാക്സ്വെൽ അങ്ങ് അവിടെ നിന്ന് പോകും, അപ്രത്യക്ഷമാവും. അപ്രത്യക്ഷം. ഇതാണ് കാരണം. ഈ ഫിഗറിൽ ഈ കാണുന്ന ബോക്സ് എന്ന് പറഞ്ഞ കോർക്കാണ്, തടി, ഒരു തടി കഷ്ണം. തടിയാണത്, തടിയുടെ ഡിസൈനാണ് തടി. അതിലേക്ക് ഒരു സ്ക്രൂ ഞാൻ വെച്ചിട്ടുണ്ട്, സ്ക്രൂ. ഈ സ്ക്രൂ 2 തരത്തിൽ മൂവ് ചെയ്യാം. ഒന്നുകിൽ എനിക്കിതിനെ ക്ലോക്ക് വൈസ് കറക്കിയാൽ സ്ക്രൂ അകത്തേക്ക് കയറും, അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് കറക്കുകയാണെങ്കിൽ സ്ക്രൂ പുറത്തേക്ക് വരും. അപ്പം ഈ സ്ക്രൂവിന്റെ ടിപ്പ് കറണ്ടിന്റെ ഡയറക്ഷൻ ആണെങ്കിൽ ഈ കമ്പി എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, അതാണ് മാഗ്നറ്റിക് ഫീൽഡ്. ദാറ്റ് ഈസ് ദ റൂൾ. നോക്കി, ടിപ്പ് ഓഫ് ദ സ്ക്രൂ അഡ്വാൻസസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. റൊട്ടേഷൻ റെപ്രസെന്റ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ടിപ്പ് അകത്തോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ കറക്കുന്ന ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ കറണ്ട് അങ്ങോട്ടാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ക്ലോക്ക് വൈസ് ആയിരിക്കും. ഞാൻ തിരിച്ചു കറക്കിയാലോ, തിരിച്ചു കറങ്ങുമ്പോഴത്തേക്ക് ടിപ്പ് ബാക്കിലോട്ട് വരാൻ തുടങ്ങി, അപ്പോൾ അത് ആന്റി ക്ലോക്ക് വൈസ് ആയി. ദിസ് ഈസ് ദ കോർക്കുസ്ക്രൂ റൂൾ. ഇമാജിൻ എ റൈറ്റ് ഹാൻഡഡ് കോർക്കുസ്ക്രൂ to be rotated such that the tip of the screw advances in the direction of current. Tip of the screw advances in the direction of current. അങ്ങനെയാണെങ്കിൽ the rotation of the screw will represent the direction of magnetic field. This is the rule. ക്ലിയർ ആയി കാണുമല്ലോ. ഇത് അങ്ങനെ മഞ്ഞതിന് ശേഷം ഇതിനകത്ത് ലൈറ്റ് എത്തുള്ളൂ. വാം വൈറ്റ് ആണ് ഇങ്ങനെ ലൈറ്റ് കണ്ട. ഇതൊക്കെ ഇന്നിരുന്ന് ചെയ്തതാണ്. ഇന്ന് രാവിലെ എടുത്ത് നോക്കിയപ്പോൾ ഇതൊന്നും അനിമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുമെന്ന് തോന്നിയിട്ട് ഇന്നിരുന്ന് 3-4 അനിമേഷൻ ഉച്ചയിൽ 2 മണിയാവും. 2 മണി ഇരുന്ന് ചെയ്തു. പിന്നെ ഒരു അരമണിക്കൂർ കടന്നു കഴിച്ചു. നന്നായിട്ട് മനസ്സിലായി കാണും. ഞാൻ ഷാഡോ എഫക്റ്റ് തൊടുത്തിലുള്ളതുകൊണ്ട് താഴെ ആ സ്ക്രൂ കറങ്ങുന്നതിൻ്റെ ഷാഡോ ഒക്കെ മേശപ്പുറത്ത് വീഴുന്നത് കാണാൻ പറ്റും. വെരി സിമ്പിൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൈഡിൽ ഇനി അത് വായിച്ചു നോക്കി. മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് കോർക്കുസ്ക്രൂ റൂൾ. സൈഡിൽ മാർക്ക് ചെയ്യുക, 1 മാർക്ക്. ഇഫ് എ റൈറ്റ് ഹാൻഡഡ്, ആ റൈറ്റ് എന്നുള്ള വാക്ക് കൺട്രോൾ ചെയ്യണം. ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ ആംഗിൾ തിരിഞ്ഞു പോകും. കോർക്കുസ്ക്രൂ ഈസ് ഇമാജിൻ ടു ബി വർക്ക്ഡ് ഇൻ സച്ച് എ ഡയറക്ഷൻ ദാറ്റ് ദ ടിപ്പ് ഓഫ് ദ സ്ക്രൂ അഡ്വാൻസസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്, then the direction of rotation of the thumb gives, അതായത് and സ്ക്രൂവിൻ്റെ തന്നെയാണ് ഡയറക്ഷൻ represents the direction of the magnetic field produced. ചെറിയൊരു പടമുണ്ട്, പരീക്ഷയ്ക്ക് പടമൊന്നും വരയ്ക്കണ്ട. പിന്നെ വരുന്നത് ആംബിയേഴ്സ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. ഇഫ് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ഗ്രാസ്പ്ഡ് ഇൻ യുവർ റൈറ്റ് ഹാൻഡ് with the thumb pointing in the direction of current, then the fingers will point the direction of magnetic field. ആ പടം കൊടുത്തിട്ടുണ്ട്, അത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ക്ലിയർ ആവും. അതൊക്കെ ഞാൻ ഈ പറഞ്ഞ വളരെ പക്ക ക്ലിയർ ആവേണ്ട ഒരു സാധനമാണ്. കണ്ടോ, നമ്മൾ തമ്പ് പോയിന്റ് ചെയ്യുന്നത് കറണ്ടിന്റെ ഡയറക്ഷനിലാണെങ്കിൽ അത് ക്ലോക്ക് വൈസ്, അത് ഇങ്ങനെ. ഇനി നമ്മൾ കറണ്ട് താഴോട്ടാക്കാനായിട്ട് കൈ തിരിക്കണം. കൈ തിരിക്കുമ്പോഴത്തേക്ക് ക്ലോക്ക് വൈസിന് പകരം അത് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് മാറുകയും ചെയ്യും. ഇങ്ങനെ 2 റൂളുകളും വളരെ പ്രധാനമാണ്. 1ാമത്തെ റൂള് നമുക്ക് തിയറിക്ക് വേണ്ട, പക്ഷെ പരീക്ഷയ്ക്ക് 4 റൂള് തന്നിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് കറണ്ടുമായിട്ട് ബന്ധപ്പെടാത്തത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 3 അറിയണം. ഈ 3 റൂളും മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 4ാമത്തെ റൂള് ബയോട്ട് സാവേർട്ട്സ് ലാ ചോദിക്കുകയാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിലല്ലാതെ ഇനി ഒരു റൂൾ, വേറൊരു റൂളോട് വെറുതെ ഇട്ടേക്കാവേ, എന്നിട്ട് ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ ഈ 3 മാഗ്നറ്റിക് ഫീൽഡുമായിട്ട്, കറണ്ടും മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത ഫീൽഡുകൾ തന്നെയാണ്. അതിൻ്റെ താഴെ ഒരു പോയിന്റ് എഴുതിക്കണം, ഏറ്റവും താഴെ ഒരു പോയിന്റ് കൂടെ എഴുതിക്കണം. പിന്നെ കറണ്ട് ഈസ് പാസ്ഡ്, നോട്ട് എന്ന് പറഞ്ഞ് 2 പോയിന്റ്. പിന്നെ കറണ്ട് ഈസ് പാസ്ഡ് ത്രൂ എ വയർ, സ്ട്രെയിറ്റ് വയർ. സ്ട്രെയിറ്റ് എന്നുള്ള വാക്ക് വളരെ പ്രധാനം. when a current is passed through a straight wire, magnetic field produced around it. അത് എൻട്രൻസിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പേര് തെറ്റിക്കുകയും ചെയ്തു പോയിരുന്നു. മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് അറൗണ്ട് ഇറ്റ്
ആർ കോൺസെൻട്രിക് സർക്കിൾസ്. അതിൻ്റെ സെൻറ്റർ വയറായിരിക്കും, അതിന് ചുറ്റുമുള്ള നേരത്തെ കണ്ടതുപോലെ ആർ കോൺസെൻട്രിക് സർക്കിൾസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദി കണ്ടക്ടർ. അതാണ് പോയിന്റ്. പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് ദി കണ്ടക്ടർ. പെർപെൻഡിക്കുലർ ടു ദി ലെങ്ത് എന്ന് എഴുതിയാലും മതി, പ്ലെയിൻ വേണമെന്നില്ല. പെർപെൻഡിക്കുലർ ടു ദി ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. ഇൻ എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു, അതിൻ്റെ പ്ലെയിൻ വേണ്ട, perpendicular to the length of the conductor. In a plane perpendicular to the length of the conductor. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് പേജിനകത്ത് ഇനി വേറെ ഡൗട്ട് വരാൻ വഴിയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടെ പറയാം. ഒന്ന് ഓയർസ്റ്റഡ് എക്സ്പെരിമെൻറ്റ്, 2 കോർക്കുസ്ക്രൂ റൂൾ. ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ അനിമേഷനൊക്കെ മനസ്സിലിരിക്കണം. മൂന്നാമത്തെന്ന് പറയുന്നത് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ഗ്രാഫ്ഡ് ഇൻ റൈറ്റ് ഹാൻഡ് വിത്ത് തം പോയിന്റിംഗ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറന്റ്, ദെൻ ദ ഫിംഗേഴ്സ് വിൽ പോയിന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയും. ഇനി ഞാൻ ഇന്ന് ചെയ്ത ഒരു അനിമേഷനോടെ കാണിച്ചു തരാം. ഇന്ന് അവിടെ എത്തുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഇതൊന്ന് ചെയ്തതാണ്. ഇത് നമ്മളെ ബുക്കിൽ കാണുന്ന 2D ഞാൻ 3D ആക്കി ചെയ്തതാണ്. 2D അത് 2D ആയിട്ട് പഠിക്കാൻ പറ്റൂല, അത് 3D ആക്കിയേ പഠിക്കാൻ. 3D ആണ് സാധനം. ഈ ഡയഗ്രാം ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പഠിപ്പിക്കാനുണ്ട്. അതാണ് ബുക്കിനകത്തുള്ള നൊട്ടേഷനാണ് കൊടുത്തിരിക്കുന്നത്. PR +L -L അതെല്ലാം കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്യുന്നത് കാണാൻ പറ്റും. പോലെ തെറ്റ് കണ്ട സോളിനോട് എന്നുള്ള സാധനം. ഇത് ടെക്സ്റ്റിനകത്തുള്ള ഡയഗ്രാമാണ്. ഈ ഡയഗ്രത്തിന് നമുക്ക് 3D ആയിട്ട്, കാരണം ഡയഗ്രാം 3D ആയതുകൊണ്ട് ഞാൻ 3D ആക്കി. ഡയഗ്രങ്ങളെ 3D ആക്കി. ഈ ചാപ്റ്ററിനകത്ത് ഒരുപാട് കാര്യങ്ങൾ 3Dയിലാണ് വരുന്നത്. അപ്പോൾ 3Dയിൽ പഠിക്കാനേ പറ്റൂ. സോളിനോട് ലോകത്ത് ആദ്യമായിട്ട് കണ്ടുപിടിച്ച മനുഷ്യന്റെ പടമാണ് അവിടെ ഇട്ടിരിക്കുന്നത്. ആംപിയർ എന്നുള്ളതാണ് കണ്ടുപിടിച്ചത്. ആംപിയർ അയാളാണ് ലോകത്ത് ആദ്യമായിട്ട് സോളിനോട് വൈൻഡ് ചെയ്തത്. ആംപിയർ ആയിരുന്നു. ആംപിയർ ക്ലിയർ ആയി കാണും എന്ന് കരുതുന്നു. ഇനി ഒരു എക്സ്പെരിമെന്റ് കൂടി നമുക്ക് ഇന്ന് ഇതെടുക്കണം. ഈ ഇതും കൂടെ ഞാൻ എടുത്തു തരും. ബയോട്ട് സവർട്ടാണ് ആ പടത്തിൽ കാണുന്നത്. അയാൾ മാഞ്ഞു. ഇത് ഭയങ്കര പ്രധാനപ്പെട്ട എസ്സേയാണിത്. ഇതും നമ്മളെ ബുക്കിൽ കാണുന്ന പടത്തിന്റെ 3D ആണ്. ഇത് കാരണം ഇതൊക്കെ 3 ഡയമെൻഷനിലാണ് ഈ സാധനം. ബയോട്ട് സവേർട്സിലേക്ക് 3 ഡയമെൻഷനിലാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കഴിഞ്ഞു എന്നുള്ളതാണ്. മനസ്സിലായ? ഇതും കൂടെ എടുക്കാം. നമുക്കതിൽ പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു സാധനം എടുക്കാണ്ട് അടുത്ത പേജ് എടുത്തേ. ബയോട്ട് സവേർട്സ് ലാ എന്നൊരു സാധനം കാണാൻ പറ്റും. 3 മാർക്ക് എസ് ആണത്. 3 മാർക്ക് ഷോർട്ട് എസ്, ഷോർട്ട് ചെറിയ എസ്. ചിലപ്പോൾ അത് ലാ മാത്രമോട് ചോദിക്കുകയാണെങ്കിൽ 1.5 മാർക്ക്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ബയോട്ട് സവേർട്സ് ലാ എന്ന് പറഞ്ഞ് ചോദിക്കും. ഭയങ്കര പ്രധാനമാണ്. പിന്നെ ഒന്നുകൂടെ ഒരു സാധനം കൂടെ ഞാൻ ചെയ്തേ, അതുകൂടെ കാണിച്ചു തരും. ഇതൊക്കെ ഇന്നലെ ചെയ്തതാണ്. ആ ഒരു ലൈറ്റ് അങ്ങനെ പാസ് ചെയ്തു. ഏതോ ഒരു ലൈറ്റ് അടിച്ചതാണത്. ഈ സാധനം ഇതൊക്കെ നിങ്ങളെ TV ഒക്കെ തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഇഷ്ടമാതിരി കാണും ഈ സാധനമൊക്കെ. ഈ സാധനമൊക്കെ കാണാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വളരെ പ്രധാനമാണ്. മൈക്കൽ ഫാരഡെയാണ് ഇത് ലോകത്ത് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. അതാണ് അയാളുടെ പടം ഇവിടെ ഇട്ടേക്കുന്നത്. നിങ്ങളെല്ലാ ശാസ്ത്രജ്ഞന്മാരെയും നിങ്ങൾ അറിയണം. അവർ മഹത് വ്യക്തികളാണ്. നമ്മളല്ലാതെ ടൊറോയിഡ് എന്ന് പഠിച്ചിട്ട് നാളെ കാലം ഒരു ഇന്റർവ്യൂ പഠിക്കുമ്പോൾ ടൊറോയിഡ് അറിയാമോ? അറിയാമല്ല. അതാരാ കണ്ടുപിടിച്ചേ? അതറിഞ്ഞൂടാ. സോളിനോട് കേട്ടിട്ടുണ്ട്. പിന്നെ അല്ലാതെ എൻ്റെ വീട്ടിൽ എത്ര ഉണ്ടെന്ന് പറയും. ആരാ കണ്ടുപിടിച്ചേ? അറിഞ്ഞൂടാ. അതറിയണം. നമ്മളിതൊരു സയൻസ് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ശാസ്ത്രജ്ഞന്മാർ നമ്മൾ ബഹുമാനിക്കുകയും അവരെ തിരിച്ചറിയുകയും തന്നെ വേണം. ഇവിടെ ഇതിനകത്തുനിന്ന് ലൈറ്റ് വരുന്നുണ്ട്. ഒരു പാച്ച് വീണെങ്കിൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ക്യാമറ മൂവ്മെന്റിലാണ് ഈ ലൈറ്റ് ഇങ്ങനെ അടിച്ചേക്കുന്നത്. അതൊക്കെ എടുത്തില്ല. തറയൊക്കെ കണ്ടോ? വളരെ കൂടിയ ഇറ്റാലിയൻ മാർബിളാണ് ഇട്ടേക്കണേ. ഇതൊക്കെ ഇന്ന് ഉച്ചയ്ക്കിരുന്ന് ചെയ്തേ. ഇത് ചെയ്യുന്നത് വേണം വരുൺ ഡച്ച് എന്നെ കാണാമെന്ന്. ഞാൻ ഇത് എന്താണ് ഇതിനകത്തൊരു ഇതിപ്പോൾ രണ്ടാമത് അത് ഒരിക്കൽ കൂടെ ഞാൻ റെൻഡർ ചെയ്ത് ഒരിക്കൽ കൂടെ. പക്ഷെ അതിനകത്തും ചെറിയൊരു പാച്ച് വേണം. എങ്ങനെയുണ്ടത്? HD ക്വാളിറ്റിയാണ് എടുത്തേക്കുന്നത്. പക്ഷെ ഹൈ ക്വാളിറ്റിയിൽ വന്നപ്പോൾ ചെറിയ വ്യത്യാസം. നോക്കാം. ശരി, നമുക്ക് ബയോട്ട് സവേർട്സ് ലായിലേക്ക് പോവാം. ബയോട്ട് സവേർട്ട് ലാ ഇതൊരിക്കലും ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ് ഉള്ള ലാ അല്ല. അതിന് പറയുന്നത് ഇറ്റ് ഈസ് കാൾഡ് എ മാത്തമാറ്റിക്കൽ ലാ. ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ ലാ. അതുകൊണ്ട് ന്യൂട്ടൺസ് ലാ സ്റ്റേറ്റ്സ് ദാറ്റ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ല എന്നത് പറയാനാണ്.
ബയോട്ട് സവേർട്ട്, അയാളുടെ പടം എൻ്റെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ എടുത്ത് കാണിച്ചു തരാം. ബയോട്ട് സവേർട്ട്, ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. ബയോട്ട് സവേർട്ട് was the first to introduce a mathematical law in relation with a current carrying conductor. അതായത് ഒരു കണ്ടക്ടറിൽ കറണ്ട് പാസ് ചെയ്താൽ മാഗ്നറ്റിക് ഫീൽഡിന് വേണ്ട ആദ്യത്തെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എഴുതിയത് ബയോട്ട് സവേർട്ട് എന്ന് പറഞ്ഞ ആളാണ്. ബയോട്ട് സവേർട്ട് അയാളുടെ ബേസിക് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ചെയ്തിരിക്കുന്ന കൂടുതൽ ഒപ്റ്റിക്സിലാണ്. അയാൾ ഒപ്റ്റിക്സിൽ വളരെ പേരുള്ള ഒരു ശാസ്ത്രജ്ഞനാണ്. ബയോട്ട് സവേർട്ട് റൂൾസ് എന്ന് പറഞ്ഞിട്ട് കുറേ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളൊക്കെ അയാൾ ഒരു കാലത്ത് പോളറൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്നു. ലീവോ റൊട്ടേറ്ററി, ലെഫ്റ്റ് ഹാൻഡഡ്, റൈറ്റ് ഹാൻഡഡ്, ഡെക്സ്ട്രോ റൊട്ടേറ്ററി ഒക്കെ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെയൊക്കെ എക്സ്പെരിമെന്റുകൾ മുഴുവൻ ചെയ്ത ബയോട്ട് സവേർട്ടുകളായിരുന്നു. അവർ ഒത്തിരി മാത്രം എക്സ്പെരിമെന്റ് ഒരു ഗ്രൂപ്പ് ഓഫ് ശാസ്ത്രജ്ഞന്മാരൊന്ന് ചെയ്തിരുന്നു. പിന്നീട് അയാളുടെ ഇമ്പോർട്ടൻസ് കൂടുതൽ മാഗ്നറ്റിസത്തിലേക്കായിരുന്നു. അതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോഴത്തേക്ക് ആദ്യം നിങ്ങൾ ഇങ്ങനെ ഒരു പടം വരയ്ക്കണം. എക്സ് വൈ, ഇവിടെ ഇതിനെ കൂടി ചുരുട്ടി കയറ്റട്ടെ, എന്നാലും എനിക്കിവിടെ എഴുതാനൊക്കെ പറ്റും. എക്സ് വൈ റെപ്രസെൻറ്റ്സ് എ കണ്ടക്ടർ. സ്ട്രെയിറ്റ് വയർ എന്ന് ഓർമ്മിക്കാതെ കയറി എഴുതി കളയല്ലേ. എക്സ് വൈ റെപ്രസെൻറ്റ്സ് എ വയർ. ദിസ് വയർ ക്യാരീസ് എ കറണ്ട് ഓഫ് I ആംപിയർ. ഇതിലൂടെ I ആംപിയർ കറണ്ട് ഞാൻ ഫ്ലോ ചെയ്യുന്നു. പരീക്ഷയ്ക്ക് പടം വളരെ പ്രധാനമാണ്. പടം തെറ്റിയെന്ന് ചെയ്യരുത്. നമ്മൾ ഓർക്കുക, പടത്തിൻ്റെ കറണ്ട് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഡയറക്ഷൻ ഓഫ് കറണ്ട് വളരെ വളരെ പ്രധാനമാണ്. I ആംപിയർ കറണ്ട്, I ആംപിയർ കറണ്ട്, I ആംപിയർ കറണ്ട്. Around the wire there will be a region of magnetic field. ആ വയറിന് ചുറ്റും ഒരു റീജിയൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. A region of magnetic field. എളുപ്പമാണ് കേട്ടോ. ഇതിൽ വളരെ സിമ്പിൾ ചാപ്റ്ററാണ്, അത് അത്ര വലിയ ടഫൊന്നുമല്ല. പക്ഷെ പ്രോബ്ലം നമ്മൾ എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ഒന്ന് കിടക്കും. തിയറി പ്രോബ്ലം ഒക്കെ ഭയങ്കര സിമ്പിളാണ്. ഒന്നാമത്തെ കാര്യം അതിനകത്ത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് പ്രോബ്ലം ഒരു പിടുത്തം വീഴുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് AC സർക്യൂട്ട്സ് നല്ല കിടക്കും. അത് ഭയങ്കര ടഫാണ്. ആ ചാപ്റ്ററിലൊക്കെ നമ്മൾ വീണ് പോയാൽ കഴിഞ്ഞു. പക്ഷെ ഞാൻ വളരെ സിമ്പിളാക്കി ഞാൻ നിങ്ങൾക്ക് എടുത്തും തരും. അതൊക്കെ പ്രൊവൈഡഡ് നിങ്ങൾ എൻ്റെ കൂടെ ഇരുന്ന, അല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. P is a point at a radius vector. അപ്പോൾ അതിന് മുമ്പ് ചെയ്യാനുള്ളത്, ഇമാജിൻ ദ കണ്ടക്ടർ XY ടു ബി ഡിവൈഡഡ് ഇൻറ്റു എ നമ്പർ ഓഫ് സ്മാൾ എലിമെന്റ്സ്. ചെറിയ ചെറിയ പീസായിട്ട് ഞാൻ അതിനെ മുറിക്കുന്നു. ചെറിയ പീസായിട്ട് ഞാൻ മുറിക്കുന്നു. ഐഡന്റിക്കൽ എലിമെന്റ് ആയിട്ട് ഞാൻ മുറിക്കുകയാണ്. അതിങ്ങനെ മുറിച്ചു, അടുത്ത് ഇങ്ങനെ മുറിച്ചു. അതായത് ഈ കണ്ടക്ടർ, ഒരു നീളമുള്ള കണ്ടക്ടർ എടുക്കുന്നതിന് പകരം ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. അങ്ങനെ ഒരു ചെറിയ പീസ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നു. ഇമാജിൻ എ സ്മോൾ പീസ്. അതിന് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ലെങ്ത് DL എന്ന് പറയാം. എ പീസ് ഓഫ് ലെങ്ത് DL. DL എന്ന് പറഞ്ഞാൽ സ്മാൾ എന്ന് അർത്ഥമേ ഉള്ളൂ. ഇമാജിൻ an element AB. Sorry. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സിനകത്ത് പഠിപ്പിച്ചാണ്. ഒരു കർവ്ഡ് ആയിട്ടിരിക്കുന്ന സാധനത്തിനെ മൊത്തം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെറിയ പീസായിട്ട് മാറ്റുക. ആൻഡ് കൺസിഡർ വൺ സച്ച് എലിമെന്റ് AB ഓഫ് ലെങ്ത് DL. അതിന് എലിമെന്റ് എന്നാണ് പറഞ്ഞത്, എലിമെന്ററി. അപ്പോൾ ബയോട്ട് സവേർട്ട്സിനെ അപ്ലൈ ചെയ്യുന്നത് എവിടെയും ചോദിക്കുകയാണെങ്കിൽ എലിമെന്ററിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എലിമെന്ററിയിലായാണ്. P is a point at a distance of R. ഇവിടെ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ,
പി ഈസ് എ പോയിന്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ആർ എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ കറക്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ റേഡിയസ് വെക്റ്റർ. കഴിഞ്ഞ വർഷം സർക്കുലർ മോഷനിൽ ഞാൻ എടുത്തുന്ന ടൈമാണ് റേഡിയസ് വെക്റ്റർ. റേഡിയസ് വെക്റ്റർ ആർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. വിത്ത് റെസ്പെക്ട് ടു എ ബിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് പി എന്നുള്ള പോയിന്റ് ആർ റേഡിയസ് വെക്റ്റർ അകലെയുള്ള ഒരു പോയിന്റ് ആണ്. ഇറ്റ് മേക്സ് എൻ ആംഗിൾ തീറ്റ. ഒരു മിനിറ്റ്, തീറ്റ 233. പക്ഷെ 233 തീറ്റ വൃത്തികെട്ട തീറ്റ, ആ തീറ്റ വേണ്ട. തീറ്റ ക്യൂ എടുത്തിട്ട് അതിൻ്റെ തീറ്റ കൊള്ളൂല, ഈ തീറ്റ കൊള്ളാം. എന്ത് കിടന്ന് കറങ്ങണത്, ഇപ്പം തൂങ്ങാൻ തന്നെ. സൈസ് ചെറുതായിക്കളെ, നല്ല മര്യാദയുള്ള ഡീസൻ്റ് തീറ്റ. മേക്സ് എൻ ആംഗിൾ തീറ്റ. ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാൻ വേണമെങ്കിൽ ഇതാണ് ഡയഗ്രാം. XY represents a wire carrying a current of 5 ampere. Imagine the wire to be divided into a number of small elements and consider one such element AB of length dl. In the region of magnetic field around the wire, P is a point at a distance of r, അല്ലെങ്കിൽ radius vector r with respect to AB, making an angle theta with the direction of current. കറണ്ട് എന്ന് പറയാം, എലിമെന്റ് DL എന്നുള്ള ലെങ്ത് എന്ന് പറയാം. DL പറയുന്നതാണ് കുറച്ചുകൂടെ കറക്റ്റ്. ചില ബുക്കുകളിലെ കറണ്ട് എഴുതിയിട്ടുണ്ട്, രണ്ടും പറയാമായിരിക്കാം. DL എന്ന് പറയുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. വിത്ത് റെസ്പെക്ട് ടു ദ കറണ്ട് എലിമെന്റ് DL എന്നാണ് പറയുന്നത്. ചില ബുക്കുകളിൽ തെറ്റിച്ചായിരിക്കും കറണ്ട് എഴുതിയിരിക്കുന്നത്, അത് അത്ര കറക്റ്റ് അല്ല. ബയോട്ട് മെഷേർഡ് ദ വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് P ഡ്യൂ ടു ദിസ് എലിമെന്റ്. ഈ എലിമെന്റ് കാരണം P എന്നുള്ള പോയിന്റിൽ എന്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി എന്ന് ബയോട്ട് മെഷർ ചെയ്തു. അയാൾ എക്സ്പെരിമെന്റലി പഠിച്ചു P എന്നുള്ള പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് AB കാരണം എന്താകാം. ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് P ഡ്യൂ ടു AB ഈസ് റെപ്രസെന്റഡ് ബൈ DB. ഡെൽറ്റ ബി ആണ്, നമുക്ക് ആ ഡെൽറ്റ വേണ്ട, ഡി മതി, DB. ഈ വലിയ സ്ഥലം നിനക്ക് എന്തിനാടാ? ഇനി ഓരോന്നായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഡയഗ്രം നിങ്ങൾ അവിടെ ടിക്ക് ചെയ്യണം. ഡയഗ്രം ഞാൻ പറഞ്ഞില്ല, ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വയർ വരയ്ക്കരുതെന്നേ ഉള്ളൂ. തീറ്റ എന്നുള്ള ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു കറണ്ട് എലിമെന്റ് ആണ്. അത് താഴെ നിന്നോ മോളിൽ നിന്നോ മാർക്ക് ചെയ്താൽ മതിയാവും. XY represents a current carrying conductor carrying a current of 5 ampere. AB represents one of the elements. Imagine the conductor to be divided into a number of elements and consider one such element AB of length dl. Magnetic field at P due to AB is DB. ഇനി എന്താണ് ഇല്ല എന്നുള്ളതാണ്. ഞാൻ ഇവിടെ നിന്ന് എഴുതാം, അല്ലെങ്കിൽ അങ്ങോട്ട് മുകളിലോട്ട് നീക്കി വെച്ചാൽ എഴുതാൻ സ്ഥലം കിട്ടുമെന്ന് തോന്നുന്നു. ഓക്കെ, കിട്ടും. The magnetic field DB depends on കനം പോയില്ല, എന്ത് പറ്റി? അപ്പോൾ അടുത്തതിൽ പോകണം. ഇപ്പൊ ശരിയായ? ഓക്കെ. ഡിപ്പെൻസ് ഓൺ 4 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണപ്പെട്ടു. ഒന്ന്, ഇറ്റ് ഡിപ്പെൻസ് ഓൺ. ഡിപ്പെൻസ് മീൻസ് പ്രൊപ്പോർഷണൽ. ഒന്ന്, the length of the element DL. ആദ്യം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എലിമെന്റിന്റെ നീളമാണ്. എലിമെന്റ് വലുതാകും തോറും മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്തും കൂടുന്നു. കോമ്പസ് നീഡിൽ വെച്ചാണ് അയാൾ അളക്കുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങളിൽ നിന്നും മാഗ്നറ്റിക് ഫീൽഡ് വരാതിരിക്കാൻ വേണ്ടി അതിനെ ഷീൽഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ ഗ്യാപ്പിൽ നിന്നുള്ള ഫീൽഡ് മാത്രം എടുത്തു. ഗ്യാപ്പ് AB എന്ന് പറഞ്ഞ എലിമെന്റ് വലുതാക്കുമ്പം ഡിഫ്ലക്ഷൻ വലുതാകുന്നുണ്ട്. സോ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ ലെങ്ത്. രണ്ടാമത്തേത്, it depends on the strength of current. current I എത്രത്തോളം കൂട്ടാമോ മാഗ്നറ്റിക് ഫീൽഡും കൂടിക്കൊണ്ടിരിക്കുന്നു. if there is no current, there is no deflection. കറണ്ട് കൂട്ടിക്കഴിഞ്ഞിരുന്നാൽ ഡിഫ്ലക്ഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് കൂടും. മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത്,
മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് സൈൻ തീറ്റ. സൈൻ തീറ്റ, തീറ്റ ഇടാം. അതിന് മുമ്പ് 4 അടിച്ചോട്ടെ, അല്ലെങ്കിൽ പിന്നെ അവിടെ വെച്ച് ഇതിന്റെ വിധം മാറും. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഈ പി എന്നുള്ള പോയിന്റ് 90 ഡിഗ്രിയിലെ പോയിന്റ് ആണെങ്കിൽ ഫീൽഡ് മാക്സിമം. ആംഗിൾ മാറും തോറും അത് കുറയാൻ തുടങ്ങി. 90 ഡിഗ്രി ആകുമ്പോൾ മാക്സിമം, 0 ഡിഗ്രി ആകും. അതായത് കണ്ടക്ടറിനെ പാരലൽ എടുത്ത ഫീൽഡില്ല, 90 ഡിഗ്രിയിൽ മാക്സിമം. 90 ഡിഗ്രിയിൽ മാക്സിമം വരാൻ ഒരു ആംഗിളിനെ പറ്റൂ, ദാറ്റ് ഈസ് ദ സൈൻ തീറ്റ. തീറ്റയുടെ വാല്യൂ കുറയുകയാണെങ്കിൽ ഫീൽഡിന്റെ വാല്യൂ കുറഞ്ഞു വരുന്നു. താഴെ നിന്ന് മാർക്ക് ചെയ്യാം, മോളിൽ നിന്ന് മാർക്ക് ചെയ്യാം. പല ബുക്കുകളിലും മോളിൽ നിന്ന് മാർക്ക് ചെയ്യുന്നതാണ് ഒന്നുകൂടെ ശരി. നമുക്ക് മോളിൽ നിന്നാക്കാം. കാരണം കറണ്ട് എങ്ങോട്ടാണോ ആ എലിമെന്റിന്റെ ഡയറക്ഷനിൽ നിന്ന് എടുക്കണമെന്ന് നിയമമുണ്ട്. ശരി, ഓക്കെ. ചില ഡയഗ്രത്തിൽ അവൻ താഴെ വരച്ചിട്ടുണ്ട്, അതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. ശരി, ഓക്കെ. അതും ക്ലിയർ ആയല്ലോ. നാലാമത്തേത്, ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r². അതുകൊണ്ട് ബയോട്ട് സവേർട്സ് ലാ ഈസ് എൻ ഇൻവേഴ്സ് സ്ക്വയർ ലാ. ഇങ്ങനെ 4 കാര്യങ്ങൾ ബയോട്ട് കണ്ടുപിടിച്ചു. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു എ ബി ഡിപ്പെൻഡ്സ് ഓൺ 4 ഫാക്ടേഴ്സ്. ഒന്ന് ലെങ്ത് ഓഫ് ദി എലിമെന്റ്, 2 കറണ്ട്, ലെങ്ത് ഓഫ് ദി കറണ്ട് എലിമെന്റ് ആണ്, വെറുതെ എലിമെന്റ് എഴുതരുത്, കറണ്ട് എലിമെന്റ് DL, 2 സ്ട്രെങ്ത് ഓഫ് ദി കറണ്ട് I, മൂന്നാമത്തത് സൈൻ തീറ്റ, അതായത് ആംഗിൾ ബിറ്റ്വീൻ ദ റേഡിയസ് വെക്ടർ ആൻഡ് ദ കറണ്ട് എലിമെന്റ് അല്ലെങ്കിൽ ലെങ്ത് എലിമെന്റ്, നാലാമത്തത് പ്രൊപ്പോർഷണൽ 1/r². ഇതെല്ലാം കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ, കമ്പൈനിങ് ആൾ ദീസ് വി ഗെറ്റ് dB ഈസ് പ്രൊപ്പോർഷണൽ ടു, ആ പ്രൊപ്പോർഷണാലിറ്റി പിന്നെ ഇടാം, IDL സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ r². IDL, അപ്പൊ ഇതിന് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ r². ഇതിനടുത്ത് അവിടെ ഇട്ടു. ഇതിനെ പ്രൊപ്പോർഷണാലിറ്റി ആക്കണം. ഇപ്പം ആക്കി തരാം. പ്രൊപ്പോർഷണാലിറ്റി ആയി. അതല്ല, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ മാത്തമാറ്റിക്കൽ സ്റ്റെപ്പിലേക്ക് പോകുമ്പോഴത്തേക്ക് അതവിടെ കിടക്കുന്നതാണ്. അത് കോപ്പി ചെയ്യാൻ പറ്റുമെന്തോ. കോപ്പി ചെയ്ത സൈൻ തീറ്റ വരുമെന്ന് എനിക്കറിയണം. നോക്കാം. ദാറ്റ് ഈസ് dB ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് k ഇൻറ്റു IDL സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ r². സൈൻ തീറ്റ ഇവിടെ കട കൊടുക്കാനേ പറ്റൂ, വീണ്ടും കട കൊടുത്തു. ഇതാ കൊണ്ടിരുന്നു അവിടെ ഇട്ടു. ഓക്കെ. വേർ k ഈസ് എ കോൺസ്റ്റന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ μ0/4π പറഞ്ഞു. ഇവിടെ നമ്മൾ പറയുന്ന k എന്ന് പറയുന്ന കോൺസ്റ്റന്റ്, k ഈസ് അവിടെ അത് കയറിയിരിക്കണല്ലേ. ശരി, വേണ്ട, k ഈസ് എ കോൺസ്റ്റന്റ്. ഇതാണ് ഇതിന്റെ പ്രശ്നം. ഇത് വലിഞ്ഞു കയറി ഇവിടെ നിൽക്കുകയായിരിക്കും. അതെ, ശരി. വേർ k ഈസ് എ കോൺസ്റ്റന്റ്, given by k is equal to μ0/4π, μ230 μ0 ഒരെണ്ണെങ്കിൽ ക്യാപിറ്റൽ K, അതിനിടയ്ക്ക് k is equal to μ0, 0 ഇടാൻ പറ്റൂല, μ0/4π എന്ന് പറയുമ്പോഴത്തേക്ക് 227. അതൊരു വൃത്തികെട്ട പയ്യാണേ. ഇങ്ങനത്തെ ഒരു പയ്യനെ കിട്ടുള്ളൂ. നല്ല പയ്യന്മാരൊന്നും ഇല്ല, ഇപ്പൊ ഇങ്ങനത്തെ പയ്യന്മാരൊക്കെ ഉള്ളൂ. μ0/4π. μ0 ഈസ് കാൾഡ് പെർമിയബിലിറ്റി. നമ്മൾ നേരത്തെ പഠിച്ച സാധനം എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി. എല്ലാ റിലേഷനൊക്കെ ഒരുപോലെ തന്നെയാണ്. പെർമിയബിലിറ്റി, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ പറഞ്ഞ പേര് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് പറയും. ഫ്രീ സ്പേസ് ഓർ എയർ, രണ്ടും ഒന്ന് തന്നെയാണ്. തമ്മിൽ ചെറിയ വേരിയേഷൻ ഉണ്ടെങ്കിലും μ0 എന്ന് കൊടുത്താൽ മതി. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് μ0 ഈസ് ഗിവൺ ബൈ 4π ഇൻറ്റു 10⁻⁻⁷. കാൽക്കുലേഷൻ ചെയ്യാൻ എളുപ്പമാണ്. μ0 എന്ന് പറയുമ്പോഴത്തേക്ക് 230, μ0 ഈസ് ഈക്വൽ ടു 4π എന്ന് പറയുമ്പോഴത്തേക്ക് 227. 4π ഈ പൈ കൊള്ളൂല, ഇൻറ്റു 10⁻⁻⁷ SI യൂണിറ്റ്സ്. ഇത്രയും കൂടെ അവിടെ നമ്മൾ പറയേണ്ടതായിട്ട് വരും. ഇത്ര എഴുതി വെക്കുന്നതിനാണ് 3 മാർക്ക്. ഈ ഡയഗ്രാം വരയ്ക്കണം, പി എന്താണെന്ന് പറയണം, ആംഗിൾ പറയണം, DL പറയണം. ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു AB ഡിപ്പെൻഡ്സ് ഓൺ ദ ലെങ്ത് ഓഫ് ദി എലിമെന്റ്, 2 സ്ട്രെങ്ത് ഓഫ് ദി കറണ്ട്, സൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ കറണ്ട് എലിമെന്റ് ആൻഡ് ദ റേഡിയസ് വെക്ടർ, 4 പ്രൊപ്പോർഷൻ 1/r²,
കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്ക് ഡി ബി പ്രൊപ്പോർഷണൽ ഐഡിയൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ, അല്ലെങ്കിൽ ഡി ബി ഈസ് ഈക്വൽ ടു, ഇവിടെ അത് ക്യാപിറ്റൽ ആവണം, ഡി ബി ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ എഴുതൂല, എഴുതിയാൽ പൊട്ടത്തെറ്റ്. ഡി ബി ഈസ് ഈക്വൽ ടു K, proportionality constant to ideal sin theta divided by r square. K is a constant given by K equals mu 0 by 4 pi in SI. അവിടെ mu 0 എന്ന് പറയുമ്പോൾ 4 pi into 10 raised to minus 7. It is called, ഈ കാണുന്ന mu 0, it's called permeability. നമ്മൾ epsilon 0 permittivity, ഇവിടെ പറയുന്ന permeability, വഴങ്ങുക. അവിടെ നേരത്തെ പറഞ്ഞ് ഇണങ്ങുക. പെർമിയബിൾ, വഴങ്ങുന്നത്. പെർമിറ്റ് ചെയ്യുന്നത് പെർമിറ്റിവിറ്റി, വഴങ്ങുന്നത് പെർമിയബിലിറ്റി. രണ്ടും ഒന്ന് തന്നെയാണ്. പെർമിറ്റ് ചെയ്യുക മീൻസ് വഴങ്ങുക എന്ന് പറയുന്നതും രണ്ടും ഒന്ന് തന്നെയാണ്. അതിന്റെ പ്രോപ്പർട്ടികളിൽ ചെറിയ വ്യത്യാസമുണ്ടെന്ന് മാത്രം. ഇതും കൂടെ കയറ്റി എഴുതുമ്പോഴത്തേക്ക് ഈക്വേഷൻ ഫൈനൽ ഫോമിലാവും. നിങ്ങൾക്ക് അതുവരെ പരീക്ഷയ്ക്ക് എഴുതിയാൽ മതി. ആ പടം ഒന്ന് നോക്കി, ഇനി ബുക്ക് എടുത്തേ. ഇത്രയും ഒന്നുമില്ല ഇതിനകത്ത്, സ്റ്റേറ്റ്മെന്റ് ഇല്ല, ഒന്നുമില്ല. ഒരു പടം വരയ്ക്കുക, ഇൻട്രൊഡക്ഷൻ പറയുക, 4 ഡിപ്പെൻഡൻസ് പറയുക, അവസാനം ഇക്വേഷനോട് പറയുന്നതിന് 3 മാർക്കാണ്. എന്ത് ലാഭം എന്ന് അറിയാത്. ഓക്കെ. A conductor carrying current I produces a magnetic field around it. Consider a current carrying conductor to be consisting of an infinitesimally small current element IDL. അത് കറണ്ട് എലിമെന്റ് ആയിട്ട് കൊടുത്തോണ്ടാണ്. Each current element contributing to the magnetic field. Biot and Savart give us the expression for the magnetic field at a point into a current element underline ചെയ്യണം. ബയോട്ട് സവേർട്സ് ലാ ഫുൾ കണ്ടക്ടറിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ബയോട്ട് സവേർട്സ് ലാ ഒരു ഡിഫറൻഷ്യൽ ലായാണ്. എന്തുകൊണ്ട്? ഒരു ഫുൾ കണ്ടക്ടറിന് ഒരിക്കലും അപ്ലൈ ചെയ്യാറില്ല. അതുകൊണ്ട് ഒരു കറണ്ട് എലിമെന്റിന് മാത്രമേ അപ്ലൈ ചെയ്യത്തുള്ളൂ. ബ്രാക്കറ്റിനകത്ത് ദാറ്റ് ഈസ് എ ഡിഫറൻഷ്യൽ ലാ എന്ന് എഴുതിക്കോണം. ദാറ്റ് ഈസ് എ ഡിഫറൻഷ്യൽ ലാ. താഴെ പറയുന്നതിൽ ഏതാണ് ഡിഫറൻഷ്യൽ ലാ എന്ന് ചോദിക്കണമെങ്കിൽ ബയോട്ട് സവേർട്ട്, അത് കേട്ടിട്ടില്ല എന്ന് പറയല്ലേ, ബയോട്ട് സവേർട്സ് ലാ. അപ്പൊ അതിനെ ഒന്നാലും ശരിക്കും ലാ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ഇതിന്റെ ഫൈനൽ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ ഇറ്റ് ഈസ് കാൾഡ് എ ഡിഫറൻഷ്യൽ ലാ. അതായത് ഒരു ഫുൾ കണ്ടക്ടറിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കണ്ടക്ടറിനെ ചെറിയ 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 പീസായിട്ട് മാറ്റിയിട്ട് അതിൽ ഏതെങ്കിലും ഒരു എലിമെന്റിന് മാത്രമേ ഇല്ല അപ്ലൈ ചെയ്യാറുള്ളൂ. എലിമെന്റുകളെല്ലാം ഐഡന്റിക്കൽ ആണെങ്കിൽ ഇന്റഗ്രേറ്റ് ഫ്രം എക്സ് ടു വൈ, ടോട്ടൽ വാല്യൂ കിട്ടും. ഇപ്പൊ ബി കാണാനായിട്ട് ഇനി ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ആ പടം ടിക്ക് ചെയ്യണം. അവിടെ നോക്കുക, ഡി ബി ഇസ് ഈക്വൽ ടു, അവിടെ മാത്തമാറ്റിക്സ് നോക്കി, ഡി ബി പ്രൊപ്പോർഷണൽ വൈ, ഡി ബി പ്രൊപ്പോർഷണൽ ഡി എൽ, ഡി ബി പ്രൊപ്പോർഷണൽ ആർ സ്ക്വയർ, ഡി ബി പ്രൊപ്പോർഷണൽ സൈൻ തീറ്റ. കമ്പൈനിങ് all these factors we get ideal sin theta divided by r square, db is equal to r square എന്ന് എഴുതി വെച്ച് വന്നിട്ടുണ്ട്. വെക്ടർ ഫോം കൂടെ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ വെക്ടർ ഫോം പറയുമ്പോഴത്തേക്ക് ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്. മുകളിലും താഴെയും ഒരു ആർ കൊണ്ട് ഗുണിച്ചാൽ മതി. നിങ്ങൾക്ക് ആ വെക്ടർ ഫോമിന് മുകളിൽ ഉള്ള ഭാഗം വരെ മതി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക്. ഒരു കാര്യം കൊണ്ട് എഴുതിയിട്ടുണ്ട്, നോട്ട് ദാറ്റ് ബയോട്ട് സവേർട്സ് ലാ ഹോൾഡ് ഗുഡ് ഫോർ സ്റ്റഡി കറണ്ട് എന്ന് പറഞ്ഞാൽ ഡി സിക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. എ സിക്ക് ആപ്ലിക്കബിൾ ആണോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നോ, the law is applicable only for DC. AC-ക്ക് ഇതിന് പകരം വേറെ ലൈൻ ഉണ്ട്, അത് നമ്മൾ അവിടെ പഠിക്കും. ദ കറണ്ട് അവിടെ അത് അണ്ടർലൈൻ ചെയ്ത എൻട്രൻസ് പോയിന്റ് ആണ്. നോട്ട് ദാറ്റ് ബയോട്ട് സവേർട്സ് law holds good strictly for steady currents. അതാണ് കാരണം. അവിടെ ഡയറക്ഷൻ വളരെ പ്രാധാന്യമുള്ളതുകൊണ്ട് ഡി സി ആകുമ്പം കറണ്ട് സ്റ്റഡി ഡയറക്ഷൻ ആയിരിക്കും. മറ്റേത് ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇല്ല അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് കാരണം. അതിൻ്റെ വെക്ടർ ഫോം മാത്രമായിട്ട് ചോദിക്കുകയാണെങ്കിൽ അത് പരീക്ഷയ്ക്ക് എൻട്രൻസ് പോയിന്റ് ആണ്, സൈഡിൽ മാർക്ക് ചെയ്യുക. വെക്ടർ ആക്കാനായിട്ട് മുകളിലും താഴെ ഒരു ആറോട് ഗുണിച്ചു, അപ്പോൾ താഴെ ആർ ക്യൂബായി, എന്നിട്ട് ഡി എൽ ക്രോസ് ആർ എന്ന് എഴുതിയിട്ടുണ്ട്. അതാണ് കാരണം, ഡി എൽ ക്രോസ് ആർ ഓർത്തിരിക്കുക. ബാക്കിയൊക്കെ എൻട്രൻസിനാണ്. ഡയറക്ഷൻ ഓഫ് ബി ഒക്കെ എൻട്രൻസിനാണ്. അതൊന്നും ഇവിടെ വേണ്ട, അതൊന്നും നമുക്ക് വേണ്ട. അതെല്ലാം എൻട്രൻസ് പോയിന്റ് നിങ്ങൾ മാർക്ക് ചെയ്താൽ വിട്ടേക്ക്. തിയറിക്ക് അതൊന്നും കയറി എഴുതി കളയല്ലേ, ഒന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ബയോട്ട് സവേർട്സിന് 3 മാർക്കിന് ചോദിച്ചാൽ വെക്ടർ ഫോം പറയേണ്ട, അതിന്റെ മുകളിൽ വരെ എഴുതി നിർത്തുക. വെക്ടർ ഫോം ചോദിക്കുകയാണെങ്കിൽ മാത്രമേ വെക്ടർ ഫോം പറയാവൂ. അങ്ങോട്ട് കയറി ഒന്ന് എഴുതി കൊടുക്കല്ലോ. എക്സ്പ്രസ് ഇറ്റ് ഇൻ വെക്ടർ ഫോം എന്ന് ചോദിക്കുകയാണെങ്കിൽ അതും കൂടെ പറയുക. അതുവരെ ഉള്ളൂ. ഡയറക്ഷൻ ഓഫ് ഇത് നിങ്ങൾ ഇതിന് തുണ്ടും ചെയ്തോ മൊത്തം കയറി എഴുതി കൊടുക്കുകയും ചെയ്യരുത്. ഡയറക്ഷൻ ഓഫ് ഒന്നും ഇല്ല അവിടെ. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എക്സ്ട്രാ ഇട്ടിരിക്കുന്ന സാധനങ്ങളാണ്. ഡയറക്ഷൻ ഓഫ് ബി എന്നുള്ളതിൻ്റെ മുകളിലുള്ളത് വരെ മതി. നിങ്ങൾക്ക് ഇതേ സാധനം എൻട്രൻസ് പരീക്ഷയ്ക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ മാത്തമാറ്റിക്കൽ ഫോമും അതിൻ്റെ വെക്ടർ ഫോമും നമ്മൾ കാണാൻ പഠിച്ചു വെക്കുക. വേറെ ഒന്നും വേണ്ട. ഇനി ഇതിനേക്കാളൊക്കെ ഏറ്റവും വലിയ വിശേഷം, ഇത് എസ്സേയുടെ ഭാഗമായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിന് 1.5 മാർക്കേ ഉള്ളൂ എന്നുള്ളതാണ്. എന്ന് കരുതി ഇതിനെ ചുരുക്കാൻ പറ്റത്തില്ല, ഇത്ര എഴുതിയേ പറ്റൂ. ചില വർഷങ്ങളിൽ അങ്ങനെ കാണാറുണ്ട്.
അതായത് സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ബയോട്ട്-സവേർട്ട്സ് ലാ. പ്രൂഫ് എന്ന് ചോദിക്കൂലേ, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ബയോട്ട്-സവേർട്ട്സ് ലാ ആൻഡ് അപ്ലൈ ഇറ്റ്. അടുത്ത പേജ് എടുത്ത് ആൻഡ് അപ്ലൈ ഇറ്റ് ഇൻ ദ കേസ് ഓഫ് എ കറണ്ട് ക്യാരിയിങ് സർക്കുലർ കോയിൽ. ഇനി മൂന്നാമത്തെ പേജിൽ ഇമ്പോർട്ടൻ്റ് ഓഫ് ബയോട്ട്-സവേർട്ട്സ് ലാ എന്ന് പറഞ്ഞ സാധനം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഷോർട്ട് ആൻസറായിട്ട് വരാം, പക്ഷെ അത് എൻട്രൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് എഴുതിയിരിക്കുന്നത്. വാല്യൂ ഈസ് സിമെട്രിക് ഫോർ കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ. അതാണ് കാരണം, സിമെട്രിക് ആണ്, കറണ്ട് ഒരുപോലെ ഇരിക്കണം, എലിമെന്റുകളെല്ലാം ഒരുപോലെ ഇരിക്കണം. ക്യാൻ ബി പ്രൂവ്ഡ് എക്സ്പെരിമെന്റലി ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഹാവ് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഓഫ് ലെങ്ത് DL. അതുകൊണ്ട് ഒരു ഫുൾ കണ്ടക്ടർ എടുത്തിട്ട് ഒരു ചെറിയ പീസ് എടുത്ത് മാത്രം എക്സ്പെരിമെന്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ ലാ. ഇതൊരു എക്സ്പെരിമെന്റൽ ലാ ആണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അല്ലാന്നേ പറയാം. ഇന്റർവ്യൂവിനൊക്കെ നിങ്ങൾ പോയി സയൻസ് മാറ്റി റിലേറ്റ് ചെയ്ത് ഒരു സ്ഥലത്തേക്ക് ഇരിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യം ബയോട്ട്-സവേർട്ട്സ് എക്സ്പെരിമെന്റൽ ലാ ആണ്. ആണല്ലോ, അത് പറയരുത്. ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ ലാ. ഞാൻ ആദ്യം പറഞ്ഞൊരു വാക്കതായിരുന്നു, ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ ലാ. ഇത് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്യാൻ വളരെ പ്രയാസമാണ്, കാരണം അതിനെ ഷീൽഡ് ചെയ്യാനൊക്കെ വളരെ പ്രയാസമാണ്. അങ്ങനെ ഷീൽഡ് ചെയ്തിരുന്നാലും 100% ഷീൽഡിങ് ഒരിക്കലും നമുക്ക് എളുപ്പമല്ല. അതുകൊണ്ട് ഒരു കണ്ടക്ടർ എടുത്തിട്ട് അതിൻ്റെ ഒരു ചെറിയ പീസ് മാത്രമായിട്ട് ഫീൽഡ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യൂല. അതിൻ്റെ എല്ലാ ഭാഗവും അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പം ഒരു എലിമെന്റിനെ കമ്പോണന്റ് മാത്രം കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഇത് എക്സ്പെരിമെന്റലി പ്രൂവ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ നോ എന്നേ കൊടുക്കാം, നോ. ഇത് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്നത് പറഞ്ഞ കാര്യങ്ങളെല്ലാം കണ്ട ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു IDL ക്രോസ് R എന്ന് പറയുമ്പോൾ അത് ക്രോസ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് A ക്രോസ് B the result is perpendicular to both A and B. കഴിഞ്ഞ ദിവസം പറഞ്ഞതാ DL ക്രോസ് R. So the magnetic field is perpendicular to both DL and R. IDL എന്നാണ് പറയുന്നത്, കറണ്ട് എലിമെന്റ്. കറണ്ട് എന്ന് പറയുന്നത് സ്കെയിലർ ആണ്. IDL എന്ന് പറയുമ്പോഴത്തേക്ക് അത് വെക്ടറായി. അതാണ് അതിന് കാരണം, IDL. അപ്പൊ അതിന്റെ വെക്ടർ ഫോം കൂടെ നമ്മൾ അറിയണം. വെക്ടർ ഫോം പറയുമ്പോഴേക്ക് അതോടെ ജസ്റ്റ് ഒന്ന് എഴുതി പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പിന്നെ കൺഫ്യൂഷൻ വരൂല. എന്നാലും അത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു തൃപ്തിക്കുറവ് പോലെ തോന്നുന്നു. അതെന്ത് ഇതെടുക്കാത്തത്? ഒരു മിനിറ്റ്, അല്ല ഇതിനെടുക്കാം. നമുക്ക് എയും കൂടെ വായ. ഇത് എവിടെ നിൽക്കുന്ന അറിയാന്ന് വൃത്തിയില്ല. IDL സൈൻ തീറ്റ അങ്ങ് പോവും, അത് വേണ്ട. IDL ക്രോസ് R ബ്രാക്കറ്റിനകത്ത് ഇടണം. ഡിവൈഡഡ് ബൈ R ക്യൂബ് ആവും. ഇവിടെ ക്രോസ് അത് എക്സ് ആയിട്ട് ഇടുന്നതായിരിക്കും നല്ലതല്ലേ. IDL എന്ന് പറഞ്ഞത് I എന്ന് പറയുന്നത് നോക്കിയ A ക്രോസ് B എന്ന് പറയുമ്പോഴത്തേക്ക് എയും ബിയും വെക്ടർ ആയിരിക്കണം. I എന്ന് പറയുന്നത് സ്കെയിലർ ആണ്. അതുകൊണ്ട് IDLനെ ഒന്നിച്ച് വെക്ടറായിട്ട് അങ്ങ് എടുത്തു. അതാണ് കാരണം. A scalar multiplied by a vector results a vector. That is the reason. ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. This is the vector form. ആ വെക്ടർ ഫോം എന്നോട് ആരോ മാർക്ക് നേടിയിട്ടുണ്ടോ നോക്കൂ പിള്ളേരെ. നോട്ടിനകത്ത് സാധാരണ ഇടേണ്ടതാണ്. ഉണ്ട്, ഞാൻ വിട്ടുപോകില്ല. എന്ന് പറയുമ്പോഴത്തേക്ക് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് IDL ആൻഡ് R എന്ന് DL ക്രോസ് R എന്ന് എഴുതല്ലേ, IDL ക്രോസ് R എന്ന് തന്നെ എഴുതി പഠിക്കണം. നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കും എഴുതിക്കുന്നത്. IDL അവിടെ IDL ക്രോസ് R, അത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് അങ്ങനെ കൊടുത്തോണ്ട് അങ്ങനെ എഴുതിയതാണ്. IDL ക്രോസ് R വളരെ വളരെ എൻട്രൻസിനൊക്കെ ഭയങ്കര പ്രധാനമാണ് ഈ രണ്ട് ടേമുകൾ. ഓക്കെ, സൈഡിൽ മാർക്ക് ചെയ്ത് വെച്ചേക്കുക. ഇത്രയും ക്ലിയറായി കാണുമെന്ന് കരുതുന്നു. അപ്പൊ എന്താണ് ബയോട്ട്-സവേർട്ട്സ് ലാ? ഒരിക്കൽ കൂടെ ഓടിച്ച് പറയാം. XY represents a current carrying conductor. Imagine the current carrying conductor to be divided into a number of small elements and consider one such element AB of length DL so that IDL is called current element. P is a point at a distance of R from the center of the current. പക്ഷേ എലിമെന്റ് ചെറുതായതുകൊണ്ട് എവിടെ നിന്ന് എടുത്താലും ഒരേപോലെ തന്നെയാണ്. റേഡിയസ് വെക്ടർ എന്നും പറയാം, R എന്നും പറയാം. വിച്ച് മേക്സ് എൻ ആംഗിൾ തീറ്റ വിത്ത് ദ കറണ്ട് എലിമെന്റ്. നോട്ട് കറണ്ട് എന്ന് എഴുതല്ലേ, തീറ്റ വിത്ത് ദ കറണ്ട് എലിമെന്റ്. കറണ്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല, എലിമെന്റ് എന്ന് പറയണം, കറണ്ട് എന്ന് പറഞ്ഞാൽ
The magnetic field at P due to AB may depend on the following factors on the length of the element, current I, sin theta 1 by r square, എല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ dB ideal sin theta divided by r square, k into ideal sin theta by r square, where k is a constant whose value is given mu 0 by 4 pi. Mu 0 is equal to 4 pi into 10 raised to minus 7 is called permeability. മറ്റിടത്ത് permeability മാഗ്നറ്റിക്സിൽ. Therefore dB is equal to k into ideal cross r divided by r cube in vector form. വെക്റ്റർ ഫോം ആക്കാനുണ്ട്. മുകളിലും താഴെ ഒരു 6 വേണം. അപ്പോൾ മുകളിൽ ഒരു 6 കൊണ്ട് ഗുണിച്ചിട്ട് താഴെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ r സ്ക്വയർ എന്നുള്ള r ക്യൂബ് ആയിട്ട് മാറി. സോ ദിസ് ഈസ് k into ഐഡിയൽ ക്രോസ് r ഡിവൈഡഡ് ബൈ r ക്യൂബ്. ഇത്രയും ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. ഇതിനകത്ത് ഐഡിയൽ എന്ന് പറയുന്ന കറണ്ട് എലിമെന്റ് ആണ്. കറണ്ട് എലിമെന്റ് എന്നുള്ള വാക്ക് വിട്ടുപോയി. ആ ഇമ്പോർട്ടൻസ് സെപ്പറേറ്റ് മാർക്ക് ചെയ്ത് എൻട്രൻസ് പോയിന്റ് ആയിട്ടിട്ടെ. അതൊക്കെ ഒരു മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ വരാം എന്നേ ഉള്ളൂ. ചോദിച്ചിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ എല്ലാം എഴുതി പോയിരിക്കുകയാണ്. നിങ്ങൾ രണ്ടാമതൊരു ബുക്ക് ഫിസിക്സിന് പോയി എടുക്കരുത്. അതുകൊണ്ട് ഞാൻ മൊത്തം അതിനകത്ത് ഇട്ടേക്കുന്നതാണ്. ഇനി ഇവിടെ നോക്കിയേ, വളരെ സിമ്പിളായ ഒരു സാധനം. ഇതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്ക് ആ എസ് എ തീർന്നു. എസ് എക്ക് എത്ര വലിയ എഴുത്തും കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളാണ്. നിങ്ങളിതിൽ ആദ്യം കാണുന്നത് അവിടെ ഇരിക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞത് ബയോട്ട് സവേർട്സ് എന്നുള്ള മനുഷ്യനാണ്. ബയോട്ട് സവേർട്സ് അയാളാണ് ഇരിക്കുന്ന മനുഷ്യൻ. ശരി, ഈ ഡയഗ്രത്തിൽ കാണുന്ന ചില കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. നിങ്ങൾ നേരെ കാണുന്നത് ഒരു സർക്കുലർ കോയിലാണ്. നോക്കിയേ, സർക്കുലർ കോയിലാണ്. അതുകൊണ്ടാണ് സർക്കുലർ ലൂപ്പ് ഓഫ് കറണ്ട്. ഇത് ഒരു ലൂപ്പാണ്. എൻ ലൂപ്പ് ആണെങ്കിൽ ഇൻറ്റു എൻ എന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ആവും. അതിലൊരു കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ആ കറണ്ട് ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കണം നിങ്ങൾ വരയ്ക്കുന്നത്. ക്ലോക്ക് വൈസ് വരച്ച് വയ്ക്കരുത്, പടം മൊത്തം തെറ്റി. അപ്പോൾ പടത്തിൽ ആ കറണ്ട് എന്നുള്ളതിൻ്റെ അവിടെ ഒരു മാർക്കിട്ട് വെച്ച്, ഒരു ചെറിയൊരു മാർക്കിട്ട് വെച്ച് അത് പരീക്ഷയ്ക്ക് തെറ്റിപ്പോകും പലപ്പോഴും. നമ്മളിവിടെ ഡയഗ്രത്തിൽ പടം എടുത്തിരിക്കുന്നത് കറണ്ട് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ്. അത്രയും ക്ലിയർ ആയല്ലോ. ഇനി എ ബി എന്ന് പറയുന്നതും എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നതും ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് എലിമെന്റ് ആണ്. അതായത് റിങ്ങിന് ചെറിയ ചെറിയ പീസായിട്ട് എനിക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്താൽ എനിക്ക് ചെറിയ വളയം കിട്ടും, ചെറിയൊരു കർവ്ഡ് സാധനം കിട്ടും. നിങ്ങൾ കയ്യിലിടുന്ന വള പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയ ചെറിയ പീസ് എടുത്ത് ചെറിയ ചെറിയ വളവുള്ള സാധനങ്ങളായിരിക്കും കിട്ടുന്നത്. അങ്ങനെ കിട്ടുന്ന രണ്ടെണ്ണമാണ് എ ബിയും എ ഡാഷ് ബി ഡാഷും. ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ലെഫ്റ്റ് സൈഡിലെ ഒരു എലിമെന്റ് എടുത്താൽ നേരെ എതിരെ വേറൊരു എലിമെന്റും കാണും. റിംഗ് ആയതുകൊണ്ട് എനി എലിമെന്റ് ദാറ്റ് വി കൺസിഡർ ഓൺ വൺ സൈഡ് ദർ വിൽ ബി എ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് എലിമെന്റ് ഓൺ ദി അതർ സൈഡ്. പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിരുന്നാൽ ആദ്യത്തെ എലിമെന്റിൽ കറണ്ട് ലെഫ്റ്റിലോട്ടാണെങ്കിൽ അടുത്ത എലിമെന്റിൽ കറണ്ട് റൈറ്റിലോട്ടായിരിക്കും. നോക്കിയേ, ആദ്യത്തെ ഹാഫിൽ കറണ്ട് താഴോട്ടാണെങ്കിൽ അടുത്ത ഹാഫിൽ കറണ്ട് മുകളിലോട്ടായി. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനായി. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് റിവേഴ്സ് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മാറിക്കളയും. അപ്പൊ എ ബി എന്നുള്ള ആ എലിമെന്റിൽ കറണ്ട് എങ്ങോട്ട് ഒഴുകുന്നു അതിന്റെ ഓപ്പോസിറ്റ് ആണ് എ ഡാഷ് ബി ഡാഷിൽ. അപ്പൊ എ ബിയിലെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണോ അത് നേരെ ഓപ്പോസിറ്റ് ആകണം എ ഡാഷ് ബി ഡാഷിൽ. ഇത്രയും കാര്യങ്ങളാണ് ഫ്രണ്ട് വ്യൂയിലുള്ളത്. നമ്മൾ പടം പരീക്ഷയ്ക്ക് ഫ്രണ്ട് വ്യൂ വരച്ചാൽ പേപ്പറിൽ ഇതുപോലെ ഇരിക്കും കാണാൻ. അപ്പൊ മാർക്കിംഗ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ ചരിച്ച് വരയ്ക്കും. ചരിച്ച് വരയ്ക്കുമ്പോഴത്തേക്ക് ഇതിന് ഷേപ്പൊക്കെ മാറും. ക്ലിയർ ആയല്ലോ? ദ ഫിഗർ റെപ്രസെന്റ്സ് എ സർക്കുലർ ലൂപ്പ് ഓഫ് റേഡിയസ് ആർ, അല്ലെങ്കിൽ റേഡിയസ് എ എന്ന് പറഞ്ഞായിരിക്കും. എ ഓക്കെ, എങ്കിൽ എ അതവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ മറങ്ങി വരുമ്പോൾ അത് കാണാൻ പറ്റും. carrying a current of 5 ampere in the anti-clockwise direction. AB and A dash B dash represents diametrically opposite element such that current in AB and current in A dash B dash are in opposite directions. AB is left lotalanengil A dash B dash is right lede. So the magnetic field due to AB is opposite to that of A dash B dash. ഇനി ഞാൻ നേരെ ഇതിന് അനിമേഷനിലേക്ക് പോവേണ്ടത് 3D ഡയഗ്രാമാണ്. ബുക്കിൽ നമ്മൾ 2D ആയിട്ടാണ് വരച്ചിരിക്കുന്നത്, പക്ഷേ ഡയഗ്രാം 3D ആണ്. അവരങ്ങ് മാഞ്ഞു പോയി. ഇനി നമ്മൾ കറണ്ട് ഓടുന്ന നോക്കുക. കറണ്ട് അതിനകത്ത് കറണ്ട് ഓടുന്നുണ്ട്. അത് കൺവെൻഷണൽ കറണ്ടാണ്. ഡയഗ്രാം കണ്ട ചരിഞ്ഞപ്പോഴത്തേക്ക് ചരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സർക്കിൾ എന്നുള്ളത് ഒരു എലിപ്സ് ആയിട്ട് മാറി. നോക്കിയേ, അപ്പോൾ നമ്മൾ ഒരിക്കലും എലിപ്സ് ആണ്. എലിപ്സ് അല്ല, സംഭവം സർക്കിൾ തന്നെയാണ്. പക്ഷെ അത് ചരിഞ്ഞപ്പോഴത്തേക്ക് അത് എലിപ്സ് ആയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ പരീക്ഷയ്ക്ക് ഇനി നിങ്ങൾ ബുക്കിലെ പടം നോക്കിയാൽ ആ ബുക്കിലെ പടവും ഈ കാണുന്ന പടവും സെയിം ആയിരിക്കും. ആണല്ലോ, ആണല്ലോ, തെറ്റൂലല്ലോ. ഓക്കെ, ക്ലിയർ ആയി. ഇനി പി ഈസ് എ പോയിന്റ്. ഇനി ആ ഡയഗ്രാം നമ്മൾ കമ്പ്യൂട്ടറിൽ മാത്രം നോക്കിയാൽ മതി.
പി ഈസ് എ പോയിന്റ്. ഞാൻ നോക്കട്ടെ, ഇതിന് കുറച്ചുകൂടെ ക്ലോസ് അപ്പ് ഉണ്ടോ നോക്കട്ടെ. ഇല്ല, അത്രയേ ഉള്ളൂ. ഓക്കെ, പി ഈസ് എ പോയിന്റ് അറ്റ് ഓൺ ദി ആക്സിസ്. ആ കോയിലിന്റെ ആക്സിസ് ആണ് നടുക്ക് കാണുന്ന വെള്ള വര. അതിൽ പി എന്നുള്ളൊരു പോയിന്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ആർ ഫ്രം ദ സെന്റർ ഒ. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ ബി എന്നുള്ള അപ്പർ എലിമെന്റ് കാരണം പിയിലെ മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി അത് മുകളിലോട്ടാ പോകുന്നത്, പെർപെൻഡിക്കുലർ ടു ആർ, മുകളിലോട്ട് പോകും. അതേപോലെ എ ഡാഷ് ബി ഡാഷ് കാരണം താഴത്തെ എലിമെന്റ് കാരണമുള്ളത് മാഗ്നറ്റിക് ഫീൽഡ് അത് മുകളിലോട്ടാണെങ്കിൽ ഇവൻ താഴോട്ട് വരും, ഓപ്പോസിറ്റ് ആയി. അതും ക്ലിയർ ആയി. അപ്പൊ ഡയഗ്രം ക്ലിയർ ആയി. ആ ഡി ബി എന്നുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ രണ്ട് കമ്പോണന്റ് ആയിട്ട് മാറ്റാം, ഡി ബി കോസ് ആൽഫ, ഡി ബി സൈൻ ആൽഫ. താഴെയുള്ളതിനെ രണ്ടായിട്ട് മാറ്റാം, ഡി ബി കോസ് ആൽഫ, ഡി ബി സൈൻ ആൽഫ. അതും ക്ലിയർ ആയി. അത് വെക്ടർ റെസൊല്യൂഷൻ എന്ന് പറയും. അതിലെ കോസ് ആൽഫ കമ്പോണൻസ് തമ്മിൽ ക്യാൻസൽ ആവും, സൈൻ ആൽഫ കമ്പോണന്റുകൾ തമ്മിൽ ആഡ് ചെയ്യും. ഇത്രയുമാണ് ഡയഗ്രാം. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്ന ഒരു ആംഗിൾ ഉണ്ട്. നോക്കിയേ, ഈ എലിമെന്റും ആ പോകുന്ന ആർ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസുമായിട്ട് ഒരു എലിമെന്റ് ഒരു ആംഗിൾ 90 ഡിഗ്രി ഒരു ആംഗിൾ ഉണ്ട്. ഈ ആംഗിൾ നമുക്ക് ബുക്കിൽ വരയ്ക്കാൻ പറ്റൂല. ഇവിടെ നോക്കിയാൽ മതി, അത് കറങ്ങി അപ്പുറത്തായി പോയി. അതിന്റെ ക്യാമറയുടെ പുറത്ത് പോയി. ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇവിടെ ഒരു 90 ഡിഗ്രി ആംഗിൾ ഉണ്ട് കേട്ടോ. ഇവിടെ വരുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇതാണ് ആംഗിൾ. ഇതാണ് കറണ്ട് എലിമെന്റ്. ഈ കറണ്ട് എലിമെന്റും ഈ റേഡിയസ് വെക്ടറും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഈ റേഡിയസ് വെക്ടറാണ് ആർ. നടുക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ എക്സ്. ഇനി ബുക്ക് നോക്കുമ്പോൾ അതെല്ലാം ക്ലിയർ ആവും. ഈ തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ നമുക്ക് പറയാനേ പറ്റൂ, ബുക്കിൽ വരയ്ക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഫ്രണ്ട് വ്യൂ നോക്കാം. ഫ്രണ്ട് വ്യൂവിൽ അത് ഇപ്പം കാണാൻ കുറച്ചുകൂടെ. ഓക്കെ, ഇത് അപ്പുറത്തെ വ്യൂ എടുത്തിരുന്നെങ്കിൽ എ ബി കുറച്ചുകൂടെ കറക്റ്റായിട്ട് കിട്ടുമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ലെഫ്റ്റ് വ്യൂ എടുത്തു. ഓക്കെ, ക്യാമറ ഇടത്തോട്ടാണ് തിരിച്ചേക്കുന്നത്. നമുക്ക് ക്യാമറ വരത്തോട്ട് തിരിഞ്ഞെങ്കിൽ ഇതെല്ലാം അപ്പുറത്തിന് പോകണം, അല്ലെങ്കിൽ തിരിച്ചെഴുതണം മൊത്തം. ബാക്കിലാകുമ്പോൾ ഈ ക്യാമറ തിരിഞ്ഞ് കണ്ട. ഇപ്പം ക്ലിയർ ആയല്ലോ. ഇതിന്റെ മുകളില് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ 90 ഡിഗ്രി എന്നുള്ളത്. ആ ചുവപ്പ് ലൈനിൽ രണ്ട് സാധനം കാണാൻ പറ്റും. നോക്കി കണ്ട, അവിടെ ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇപ്പം കണ്ടല്ലേ 90 ഡിഗ്രി കണ്ട. ആ 90 ഡിഗ്രി ഓർത്തിരിക്കുക. ദാറ്റ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. ഇത്രയും നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം. അപ്പൊ ഞാൻ ഓടിച്ചു പറയാം. കൺസിഡർ എ സർക്കുലർ ലൂപ്പ് ഓഫ് കറണ്ട് ക്യാരിയിങ് എ കറണ്ട് ഓഫ് 5 ആംപിയർ ഇൻ ദ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഈ സർക്കുലർ കോയിലിനെ രണ്ട് കമ്പോണന്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. എ ബി ആൻഡ് എ ഡാഷ് ബി ഡാഷ് രണ്ട് എലിമെന്റ്. എ ബിയും എ ഡാഷ് ബി ഡാഷിലെ കറണ്ട് ഒന്ന് ലെഫ്റ്റിലോട്ടാണെങ്കിൽ വേറൊന്ന് റൈറ്റിലോട്ടാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഓപ്പോസിറ്റ് ആണ്. പി എന്ന് പറഞ്ഞൊരു പോയിന്റ്, പി ഈസ് എ പോയിന്റ് നോട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പി ഈസ് എ പോയിന്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ആർ. ആ റേഡിയസ് വെക്ടറിന്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ 90 ഡിഗ്രിയാണ്. അപ്പൊ തീറ്റ 90 ഇടുമ്പോൾ എങ്ങനെ വന്നൊരു സംശയം വരരുത്. ഇനി ഈ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈ റേഡിയസ് വെക്ടറിന് പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ടാണ് അങ്ങനെ പോയത്. കണ്ട, അതുകൊണ്ടാണ് അത് പെർപെൻഡിക്കുലർ ആയിട്ട് അങ്ങോട്ട് പോയത്. ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. നോക്കി, ഇവിടെ 90 ഡിഗ്രി വരും. കണ്ട, ഈ കാണുന്ന പച്ചയ്ക്ക് പെർപെൻഡിക്കുലർ ആണ് ഈ പച്ച. രണ്ടും രണ്ട് പച്ചയാണ്. ഒന്ന് കിളിപ്പച്ച. ഓക്കെ, ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു എ ബി ഈസ് ഡി ബി പെർപെൻഡിക്കുലർ ടു ദിസ് ലൈൻ. അത് എങ്ങനെയാണെങ്കിൽ എ ഡാഷ് ബി ഡാഷ് കറണ്ട് റിവേഴ്സ് ആയതുകൊണ്ട് താഴോട്ട് വരും. ഈച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി രണ്ട് കമ്പോണന്റ് ആയിട്ട് മാറ്റാം, ഡി ബി കോസ് ആൽഫ, ഡി ബി സൈൻ ആൽഫ. ഇവിടെയും ഡി ബി കോസ് ആൽഫ, ഡി ബി സൈൻ ആൽഫ. കോസ് ആൽഫ തമ്മിൽ ക്യാൻസൽ ആവും, സൈൻ ആൽഫ തമ്മിൽ ആഡ് ചെയ്യും. അപ്പോൾ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ സൈൻ കമ്പോണന്റ് മാത്രം എടുത്താൽ മതി, കോസ് കമ്പോണന്റ് എടുക്കണ്ട എന്നർത്ഥം. അപ്പൊ സൈൻ കമ്പോണന്റ് എടുത്തിട്ട് ടോട്ടൽ കാണാൻ ഒന്നുകിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സിഗ്മ എടുക്കാം. സിഗ്മ കഴിഞ്ഞ വർഷം പറഞ്ഞതാണ്. ഇതൊക്കെ വല്ല ഓർമ്മയുണ്ടോ എൻ്റെ പൊന്നു പിള്ളേരെ? എന്തെല്ലാം ഞാൻ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് പറഞ്ഞതാണ്. ഒന്നുകിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സിഗ്മ എടുക്കാം. ഇവിടെ ലിമിറ്റ് ഇല്ല. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ റിംഗ് ആയതുകൊണ്ട് ലിമിറ്റ് ഇല്ല. അതുകൊണ്ട് നമുക്ക് സിഗ്മ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മൾ ഇതിന്റെ ഡെറിവേഷനിലേക്ക് പോകുന്നു. ഓക്കെ, ഇത്രയുള്ളൂ. ഇനി നിങ്ങൾ ബുക്ക് എടുത്ത ആ പടം നോക്കിയ, ബുക്കിനകത്തുള്ള പടം നോക്കി. മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി ഈസ് ഈക്വൽ ടു, ഒരിക്കലും സ്മാൾ ലെറ്റർ എഴുതരുത് എന്ന് വ്യക്തമായി പറയുന്നതാണ്. ഐഡിയൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. തീറ്റ ഞാൻ അവസാനം ഇടാമേ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കഷ്ടമായി പോകും. ഐഡിയൽ സൈൻ തീറ്റ ഇവിടെ. ഹിയർ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അതാണ് 90 ആണ് ഇവിടെ മാർക്ക് ചെയ്തത്. അപ്പൊ പിന്നെ ബാക്കി എത്ര വരും? ഡി ബി ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ പോയി കഴിയുമ്പോഴത്തേക്ക് കെ ഇൻറ്റു ഐ ഡി എൽ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. A capital letter.
അവിടെ തീറ്റ ഈക്വൽസ് 90 അവിടെ എഴുതിയിട്ടുണ്ട്, കണ്ട. അത് രണ്ടാം സ്റ്റെപ്പ് നോക്കുക. IDL μ0/4π IDL സൈൻ തീറ്റ സൈൻ 90 തീറ്റ IC 90. അവിടെ സ്റ്റാർ ഇട്ടേക്കുന്നതിന് കാരണം നമുക്ക് പടത്തിൽ മാർക്ക് ചെയ്യാൻ പറ്റൂല. അത് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു വെച്ച് വരയ്ക്കണം. അപ്പോൾ പിന്നെ ഈ പടം ഈ ബുക്കിൽ നിന്ന് തള്ളി പുറത്ത് വരും. പിന്നെ പേപ്പർ എങ്ങനെ അടങ്ങും? തീറ്റ ഈക്വൽസ് 90 അവസാനം വരുമ്പോഴത്തേക്ക് R². R² സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ നമുക്ക് അവസാനം കൊടുത്താൽ മതി. ആ ഡയഗ്രത്തിനകത്ത് നോക്കി R² എന്ന് പറയുമ്പോഴത്തേക്ക് A² + X² എന്നോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. A² + X² എന്ന് കൊടുത്തിരിക്കുകയാണ്. ഈ മാഗ്നിഫിലിന് രണ്ട് കമ്പോണന്റോട് മാറ്റാം. കോസ് കമ്പോണന്റ് നമ്മൾ ക്യാൻസൽ ആവും, സൈൻ കമ്പോണന്റുകൾ തമ്മിൽ ആഡ് ചെയ്യും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേക്ക് സൈൻ കമ്പോണന്റ് മാത്രം എടുത്താൽ മതി. അപ്പൊ ഇതിനകത്ത് കോസ് കമ്പോണന്റ് ആഡ് ചെയ്യും, സൈൻ കമ്പോണന്റുകൾ തമ്മിൽ ആഡ് ചെയ്യും. അത് മാത്രം എടുത്താൽ മതി. സോ സൈൻ ആൽഫ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പം പറഞ്ഞല്ലോ ആൽഫയ്ക്ക് വരെ A ഇട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആൽഫ അല്ലാതെ ഉണ്ടായിരുന്നല്ലേ 236. പക്ഷെ അത് മര്യാദ വൃത്തികെട്ട ആൽഫയല്ലേ. ഇല്ല, സോറി, വൃത്തികെട്ട ആൽഫ വേണ്ട. ആൽഫ ഇപ്പോൾ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ മതി. ഇവന് ഇന്റഗ്രേറ്റ് ചെയ്യണം. ദെയർഫോർ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് B എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്റഗ്രൽ, അതൊക്കെ നമുക്ക് അവിടെ കൈ കൊണ്ട് വരയ്ക്കാനേ പറ്റൂ. ഇന്റഗ്രൽ ഓഫ് ഈ സാധനത്തിന് അവിടെ പേസ്റ്റ് ചെയ്യണം. ഒരല്പം അഭംഗി വരും, കാരണം നമുക്ക് ഇതിനകത്ത് അങ്ങനെ എഴുതാനേ പറ്റുള്ളൂ. അതിൻ്റെ വരയ്ക്കാനേ നിവൃത്തിയുള്ളൂ, വേറെ വഴിയില്ല. IDL / R² ഇൻറ്റു സൈൻ ആൽഫ. ഈ സൈൻ ആൽഫ ശരിക്കും മുകളിലാണ് വരുന്നത്. നിങ്ങൾ ഇങ്ങനെ എഴുതിയാലുള്ള പ്രശ്നം, നിങ്ങൾ താഴെ എന്ന് വിചാരിക്കുക, താഴെ ആയതുകൊണ്ടല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇതിനെ കട്ട് ചെയ്തിട്ട് മുകളിലിടാം. എഴുതാൻ ചെറിയൊരു പ്രയാസം ഉണ്ടെന്നേ ഉള്ളൂ. ശരി, ഇനി ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻസ് മാത്രമേ ഉള്ളൂ, വേറൊന്നും ചെയ്യാനില്ല. ആ ഡയഗ്രത്തിന് സൈൻ ആൽഫ എന്നുള്ളതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. R² എന്നുള്ളതിന് പകരം A² + X² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ K ഒരു കോൺസ്റ്റന്റ് ആണ്, I ഒരു കോൺസ്റ്റന്റ് ആണ്. സർക്കുലർ കോയിൽ ആയതുകൊണ്ട് സൈൻ ആൽഫ ഒരു കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ സർക്കുലർ കോയിൽ ആയതുകൊണ്ട് സൈൻ ആൽഫ കോൺസ്റ്റന്റ് ആണ്. R ഒരു കോൺസ്റ്റന്റ് ആണ്. അതെല്ലാം നമ്മൾ പുറത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് പറയാം ഇന്റഗ്രൽ ഓഫ് DL മാത്രം. Therefore B is equal to, ഇവനെ ഇവിടെ അങ്ങ് എഴുതി, സോറി ഇവിടെ അല്ല, ഇവന് മൊത്തം ഇങ്ങനെ എടുത്തേ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. DL മാത്രമാണ് അതിനകത്തുള്ള വേരിയബിൾ. സൈൻ ആൽഫ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് DL. ഇന്റഗ്രൽ എടുത്ത് മതി, അല്ലെങ്കിൽ സിഗ്മ ഇട്ടാലും മതി കേട്ടോ. നിങ്ങൾ ഇന്റഗ്രൽ സിഗ്മ തന്നെ ഉണ്ടോ നിയമമൊന്നുമില്ല. ഇന്റഗ്രൽ ഓഫ് DL ഏത് വേണോ ഉപയോഗിക്കുക, രണ്ടും ഒന്ന് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഇന്റഗ്രൽ ഓഫ് DL ചില ടെക്സ്റ്റുകളിൽ സിഗ്മ ഇട്ടിട്ടുണ്ടാവും, ചില ടെക്സ്റ്റുകളിൽ DL ഇട്ടിട്ടുണ്ടാവും. ഇവിടെ ആൽഫ മാർക്ക് ചെയ്യണം. ഒരിക്കലൂടെ പറയാം, അപ്പോൾ അത് ക്ലിയർ ആവും. ഓക്കെ, ഈസ് ഈക്വൽ ടു DL എന്ന് പറയുമ്പോഴത്തേക്ക് ആ എലിമെന്റ്, ഒരു എലിമെന്റ് ആണ് AB. മൊത്തം ഇന്റഗ്രൽ ചെയ്യുമ്പോഴത്തേക്ക് സർക്കുലർ കോയിലിന്റെ ആ സർക്കംഫറൻസ് ലെങ്ത് എടുത്താൽ മതി. 2πr, അവിടെ 2πa എന്നൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇൻറ്റു 2πa. നോക്കിയത് ഇന്റഗ്രേഷൻ ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട്. സൈൻ ആൽഫ എന്ന് പറയുമ്പോഴത്തേക്ക് A / √A² + S² ആൻഡ് DL എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ ഓഫ് DL ഈസ് 2πa. അതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് therefore B is equal to പിന്നെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കാം. ഇതിനെ അങ്ങ് എടുത്തു. സൈൻ ആൽഫ എന്നുള്ളതിന് പകരം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സൈൻ ആൽഫ എന്ന് പറയുമ്പോഴത്തേക്ക് A/ അത് പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, /R² ഇൻറ്റു DL എന്ന് പറയുമ്പോഴത്തേക്ക് 4p. അത് ഞാൻ മാറ്റിത്തരാം, അവസാനം മാറ്റി എഴുതരാം. 4πa 2πa ഡിവൈഡഡ് ബൈ, ഓരോന്നായിട്ട് എഴുതാം.
4 pi mu 0 by 4 pi I into ഈ എ എവിടെ നിന്നിട സൈൻ ആൽഫയുടെ എ അല്ലേ, അത് വേണ്ട. അതായത് കെ ഇൻറ്റു ഐ ഇൻറ്റു ഇതിനകത്ത് എ ഡിവൈഡഡ് ബൈ സൈൻ ആൽഫ എന്നുള്ളതിന് പകരം എ ഡിവൈഡഡ് ബൈ അവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, റൂട്ട് ഓഫ് എ സ്ക്വയർ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ the whole square, the whole raised to half ആവില്ലേ അത് വരുമ്പോഴത്തേക്ക്, the whole raised to half. ഇത് കെക്ക് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വേണ്ട, നമുക്ക് ഹാഫ് നമ്മളിലുണ്ടല്ലോ. 171 എഴുതാൻ ഇത്തിരി പ്രശ്നമുണ്ടെന്ന് മാത്രമേ, കുഴപ്പമില്ല, ഞാൻ ഒരിക്കൽ രണ്ടാമതൊരിക്കൽ പറയുമ്പോൾ ക്ലിയർ ആവും. ഇവിടെ ഒരു ലൈൻ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ ആ പ്രശ്നങ്ങളെല്ലാം തീർന്നു. ശരി, ഇനി ഇവിടെ കുറച്ച് ചേഞ്ച് ചെയ്യാനുണ്ട്. പിക്ക് പകരം സിമ്പിൾ ഈ ഒരു ചാപ്റ്ററിൽ മാത്രമേ ഇങ്ങനത്തെ എഴുത്ത് പ്രശ്നമുള്ളൂ. പിക്ക് പകരം സിമ്പിൾ. ഇപ്പം ഇത്രയും ഒരിക്കലൂടെ പറയാം. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞത് കറണ്ട് എലിമെന്റ് കാരണമാണ്. കറണ്ട് എലിമെന്റ് ആകുമ്പോഴത്തേക്ക് കെ ഇൻറ്റു ബയോട്ട് സവേർട്സ് ലാ ഐഡിയൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഹിയർ തീറ്റ ഈക്വൽസ് 90, സൈൻ 90 ഈസ് 1. അതങ്ങ് പോയി കഴിയുമ്പോഴത്തേക്ക് ഡി ബി ഇസ് ഈക്വൽ ടു ഐഡിയൽ സൈൻ, അത് ആ പാർട്ട് അങ്ങ് പോയി. ഇനി ഈ ഡി ബി എ അത് വേണമെങ്കിൽ അവിടെ ഒരിക്കലും എഴുതാമില്ല. അത് എവിടെ പോയാൽ, അത് എവിടെ എഴുതിയിട്ടിരുന്നത്, അതെങ്ങോട്ട് പോയത്? ദാറ്റ് ഈസ് ഡി ബി is equal to IDL divided by R square. Sin 90 ഒന്നായി പോയി, therefore IDL by divided by R square. ഈ മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ രണ്ട് കമ്പോണന്റ് മാറ്റിയത്, അതിൽ കോസ് കമ്പോണന്റ് തമ്മിൽ ക്യാൻസൽ ആയി, സൈൻ കമ്പോണന്റുകൾ തമ്മിൽ ആഡ് ചെയ്തു. എന്ന് പറഞ്ഞാൽ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ സൈൻ തീറ്റ മാത്രം എടുത്താൽ മതി. അപ്പൊ അതിന്റെ സൈൻ ആൽഫ അവിടെ എടുത്തു. അപ്പോൾ ഒരു കമ്പോണന്റ് എലിമെന്റ് കാരണം കിട്ടിയാൽ ടോട്ടൽ കാണാൻ അവൻ ഇന്റഗ്രേറ്റ് ചെയ്തു. therefore ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇന്റഗ്രൽ കെ ഇൻറ്റു ഐഡിയൽ സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അതില് കെ ഐ സൈൻ ആൽഫ ആർ സ്ക്വയർ എല്ലാം കോൺസ്റ്റന്റ് ആണ്, അത് പുറത്തെടുത്തു. ഇന്റഗ്രൽ ഓഫ് ഡി എൽ, ഇന്റഗ്രൽ ഓഫ് ഡി എൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ സർക്കംഫറൻസ് ആണ് 2πa, അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമ്മൾ അടുത്ത ഇന്റഗ്രേഷൻ കൂടി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്. കെ എഴുതി, ഐ എഴുതി, സൈൻ ആൽഫ എന്നുള്ളതിന് പകരം എ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എല്ലിന് പകരം 2πa ഡിവൈഡഡ് ബൈ 4π. ഇതിൽ കുറെ ടൈമുകൾ ക്യാൻസൽ ആവും. ഇവൻ കട്ട് ചെയ്ത് പോവും, ഇത് കട്ട് ചെയ്ത് പോവും, ബാക്കി അവിടെ 2 വരും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇന്റഗ്രേഷൻ ഉള്ളുണ്ട്. ഇന്റഗ്രേഷൻ ഇതിൻ്റെ ഈ റെസിപ്രോക്കൽസ് കിടക്കുന്ന വലിയ പ്രയാസം എഴുതാൻ. therefore b is equal to, ഇപ്പോൾ ഫൈനൽ ഇക്വേഷൻ പോകുമ്പോഴത്തേക്ക് കെ എന്നുള്ളതിന് പകരം mu 0/4π, കെക്ക് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് mu എന്നുള്ള 230 mu 0/4π. അപ്പൊ ഇതിനവിടെ ബാക്കി വരുന്നത് mu 0/2. ഇതിനെ അങ്ങ് തൂക്കിയെടുത്തിട്ട് ബാക്കിയൊക്കെ മാറ്റി കളയണേ, എല്ലാം ഇങ്ങ് വരും. ഒരു നൂറിനായിട്ട് ഇപ്പൊ കട്ട് ചെയ്ത് കളയാം അല്ലേ. മായു നോട്ടെ, വേണ്ടടേ ഈ മൈൻഡടേ, നിന്നെ ഇങ്ങനെ എടുത്ത് കളയടേ. 20 2i എ ഇൻറ്റു എ എന്ന് പറയുമ്പോഴത്തേക്ക് അത് എ സ്ക്വയർ. mu 0i a square divided by 2 into a square plus x square the whole raised to half എന്ന് തോന്നുന്നു. അവിടെ അങ്ങനെ എന്തോ പോയി നിൽക്കും. എൻ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ
ഒരു ടൈം വിട്ടുമല്ല, നമ്മൾ ഈ ആർ സ്ക്വയർ ഇവിടെ പോയി ആർ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ല. ഈ ആർ സ്ക്വയർ ഇവിടെ എഴുതി വന്നപ്പോഴേക്ക് ഇൻറ്റു ആർ, ഈ ആർ സ്ക്വയറിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഹാഫ് എന്നുള്ളത് റൈസ് ടു 3/2 ആയിട്ട് മാറും. 3/2 ഉണ്ടെന്ന് നോക്കിട്ട്, റൈസ് ടു 3/2 ഇല്ല, 3/4 ഉള്ളൂ കേട്ടോ. 3/2 അപ്പോൾ 3/2 എഴുതേണ്ടി വരും അവിടെ, അങ്ങ് മായ്ക്കാം. റൈസ് ടു 3/2 3 by 2. ഇതാണ് ഇക്വേഷൻ വന്നിരിക്കുന്നത്. നോക്കി, μ0 I a square ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു a square പ്ലസ് x square ദ ഹോൾ റൈസ് 3/2. ഇത് ഒരു ടേൺ ആണെങ്കിൽ, n ടേൺ ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റു n ആഡ് ചെയ്യണം. അതാണ് ഫൈനൽ ഇക്വേഷൻ. അത്രയേ ഉള്ളൂ എൻ്റെ ഡെറിവേഷൻ. ഞാൻ ഓടിച്ചത് ഒരിക്കലോടെ പറയുമ്പോൾ അത് ക്ലിയർ ആവും. നോക്കുക, മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പി ഈസ് ഗിവൺ ബൈ ബയോട്ട്-സവേർട്ട്സ് ലാ, k ഇൻറ്റു ഐഡിയൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. തീറ്റ 90 ആണ്, സൈൻ 91 ആണ്. അത് പോയി കഴിയുമ്പോഴത്തേക്ക് ഡി ബി എന്ന് പറയുമ്പോഴത്തേക്ക് ആ സൈൻ പോയി കഴിഞ്ഞാൽ k ഇൻറ്റു ഐഡിയൽ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഈ മാഗ്നറ്റിക് ഫീൽഡിന് 2 കമ്പോണൻ്റ് ആയിട്ട് മാറ്റി. കോസ് കമ്പോണന്റ് ക്യാൻസലായി, സൈൻ കമ്പോണന്റ് ആഡായി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പടം മനസ്സിൽ വരണം. ഏത് പടം എന്ന് ചോദിച്ചിരുന്നാൽ ഈ പടം കണ്ട. കോസ് കമ്പോണന്റ് ക്യാൻസലായി, സൈൻ കമ്പോണന്റുകൾ തമ്മിൽ ആഡ് ചെയ്തു. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി, ഈ മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി. ഇത് മുകളിലോട്ട് പോകാനുള്ള കാരണം ഈ എലിമെന്റ്, ഇത് താഴോട്ട് പോകാനുള്ള കാരണം ഈ എലിമെന്റ്. ഇതിലെ കർണം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതുകൊണ്ട് ഒന്ന് മുകളിലോട്ടും ഒന്ന് താഴോട്ടും, രണ്ടിനെയും 2 കമ്പോണന്റ് മാറ്റാം. കോസ് ആൽഫ ക്യാൻസൽ ആവും, സൈൻ ആൽഫ തമ്മിൽ ആഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഏത് എലിമെന്റ് നമ്മൾ എടുത്താലും സൈൻ കമ്പോണന്റ് മാത്രം കണക്കിലെടുത്താൽ മതി. അതുകൊണ്ട് തന്നെ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ സൈൻ കമ്പോണന്റ് നമ്മൾ എടുത്തു. ആ സൈൻ കമ്പോണന്റ് എടുക്കുമ്പോഴത്തേക്ക് ഇതിന്റെ സൈൻ കമ്പോണന്റ് ആണ് സൈൻ ആൽഫ എന്ന് എഴുതിയിരിക്കുന്നത്. അടുത്ത സബ്സ്റ്റിറ്റ്യൂഷനിൽ ഞാൻ ചെയ്തിരിക്കുന്നത് കെ, ഐ, ഡി എൽ, ഡി എൽ ഒഴികെ ബാക്കിയെല്ലാം കോൺസ്റ്റന്റുകളാണ് പുറത്തെടുക്കുക. ഇന്റഗ്രൽ ഓഫ് ഡി എൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ലെങ്ത് ഈസ് 2πa. 2πയും 4πയും കട്ട് ചെയ്ത് 2 ആയി. പിന്നെ ബാക്കി വരുന്ന μ0 I a square, I into I a square ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു a square പ്ലസ് s square ദ ഹോൾ റൈസ് ടു ഹാഫ് ഇൻറ്റു r square. ഈ r square ഇതാണ്. നേരത്തെ ഇവിടെ എഴുതാൻ വിട്ടുപോരും, നേരത്തെ ഇത് ഇവിടെ ഇട്ടു. ഇത് ഒരു ടേൺ ആണ്, n ടേൺ ആണെങ്കിൽ ഇൻറ്റു n. ഇനി r സ്ക്വയറിന് പകരം നിങ്ങൾ ആ ഡയഗ്രം നോക്കിക്കഴിഞ്ഞിരുന്നാൽ വാട്ട് ഈസ് r സ്ക്വയർ? ഇതാണ് r സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് x സ്ക്വയർ പ്ലസ് a സ്ക്വയർ. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് അവൻ r³ ആയിട്ട് മാറും. അങ്ങനെയാണ് റൈസ് ടു 3/2 ആയിട്ട് മാറും. ഈ ഹാഫ് എന്നുള്ളത് ഈ സ്ക്വയറും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ സ്ക്വയർ വരുമ്പോഴത്തേക്ക് 2 + 1 3. സോ ദ റൈസ് ടു, ഇത് മാത്തമാറ്റിക്സാ. റൈസ് ടു 3/2. ഇതാണ് എൻ്റെ ഡെറിവേഷൻ. ഇത്രയേ ഉള്ളൂ. ഇതിൽ ഇത്ര എഴുതാനാണ് ചെറിയ സമയം, നമുക്ക് ചെറിയൊരു പ്രയാസം വരുന്ന ഇൻ്റഗ്രേഷനും പിന്നെ ഈ ആൽഫയൊക്കെ കിടക്കുന്നതുകൊണ്ട് ചെറിയൊരു പ്രശ്നം, അത്രയേ ഉള്ളൂ. ഇതെല്ലാം കൂടുതൽ സിമ്പിൾസ് ആണ് ഇതിനകത്ത്. ഇതിൻ്റെ എസ് എന്ന് പറയാനായിട്ട് ഡെറിവേഷൻ ആകെ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ആ ബുക്കിനകത്ത് അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇൻ്റഗ്രേഷൻ ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ അവിടെ സിഗ്മ എന്ന് ഉപയോഗിച്ചാലും മതി. കാരണം ഇത് യൂണിഫോം റെഗുലർ ഷേപ്ഡ് ബോഡി ആയതുകൊണ്ട് അതിന് നമുക്ക് ഇൻ്റഗ്രേഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് സിഗ്മ ഉപയോഗിച്ചും പറയാൻ പറ്റും. ഏത് എഴുതിയിരുന്നാൽ ആൻസർ തരും. മിക്കവാറും ടെക്സ്റ്റുകളിൽ ഇൻ്റഗ്രേഷന് പകരം സിഗ്മ എഴുതിയിട്ടുണ്ടാകും. സിഗ്മയാണ് എനിക്ക് തോന്നുന്നത്, സ്റ്റേറ്റിന്റെ ബുക്കിലൊക്കെ സിഗ്മയാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഏത് എഴുതിയാലും സെയിം തന്നെയാണ്. ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഇല്ലാത്തടത്തോളം കാലം ഇൻ്റഗ്രേഷനും സമ്മേഷനും ഗീവ് ദ സെയിം റിസൾട്ട് എന്നുള്ളതാണ്. ഇനി കേസ് 1 എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് കേസ് 1 എന്ന് പറയുമ്പോൾ അതെവിടെ പോയി നേരത്തെ കാണിച്ചുകൊണ്ടിരുന്നത്? കേസ് 1 എന്ന് പറഞ്ഞത് ഈ ദൂരം വളരെ 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 വലുതാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഈ റേഡിയസിനെ നമുക്ക് കളയാം. കാരണം ഈ OP എന്നുള്ള ദൂരം വളരെ വലുതാണെന്നുണ്ടെങ്കിൽ ഈ ദൂരം വളരെ ചെറുതാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇക്വേഷനകത്ത് നമുക്ക് a സ്ക്വയറിനെ കളയാം. ഇഫ് x ഈസ് വെരി ലാർജ് a സ്ക്വയറിനെ കളയാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് വാട്ട് ഈസ് b? അതാണ് അടുത്ത ഒരു കേസ്, കേസ് 1.
പരീക്ഷ വിജയിക്കുമ്പോൾ കേസ് 1 കേസ് 2 ഒക്കെ പറയണം. എസ്സേയുടെ ഭാഗങ്ങൾ തന്നെയാണത്. കേസ് 1, if P is a point at a large distance from the center, വരുമ്പോഴത്തേക്ക് എക്സ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ എ. അപ്പോൾ എ സ്ക്വയറിനെ കളയാം. ഏത് എ സ്ക്വയറിനെ കളയാം? എക്സ് സ്ക്വയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എ സ്ക്വയറിനെ കളയാം. എല്ലാ എ സ്ക്വയറും കളയരുത്. അങ്ങനെ പോകുമ്പോഴത്തേക്ക് പിന്നെ ബാക്കി നമുക്ക് എന്ത് കിട്ടും? therefore ബി ആക്സിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ബി ആക്സിസ് ഈസ് ഈക്വൽ ടു, ഞാൻ ഇവനെ തൂക്കി അങ്ങ് എടുത്തോണ്ട് നോക്കട്ടെ, ഇത്രയേ വരുള്ളല്ലേ. അത് മതി, എടുത്തു. നീ എന്തിനാണ് എപ്പോഴും മാറി നിൽക്കുക? അവിടെ ഇല്ലടാ. ഇതില് എക്സ് സ്ക്വയറിന് ഞാൻ കളയാണ്. ഇപ്പൊ എടുത്ത് കളയാം. എക്സ്, അപ്പം ഇതൊന്നും വേണ്ട. എക്സ് സ്ക്വയറിന് എടുത്ത് കളയുമ്പോൾ ഇത് വേണ്ട, പിന്നെ ഇത് വേണ്ട. പിന്നെ വരുന്നത് എ സ്ക്വയർ ദ ഹോൾ റേസ് 3/2 എന്ന് പറയുമ്പോഴത്തേക്ക് അത് എ ക്യൂബായിട്ട് മാറും. അതും വേണ്ട. അപ്പം വരുമ്പോഴത്തേക്ക് ഡിവൈഡഡ് ബൈ എ ക്യൂബായിട്ട് മാറും. എ ക്യൂബ് അല്ല, എ ആണ് കളഞ്ഞ. സോ ദ ആൻസർ ഈസ് എക്സ് ക്യൂബ്. അതായത് ഈ ഈക്വേഷനകത്ത് നമ്മൾ എ സ്ക്വയറിനെ കളയുന്നു. എ സ്ക്വയറിനെ കളയുമ്പോഴത്തേക്ക് മ്യൂസൂർ എൻ എ സ്ക്വയർ അവിടെ തന്നെ കാണും. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എക്സ് സ്ക്വയർ ദ ഹോൾ 3/2 ഈസ് എക്സ് ക്യൂബ്. ദാറ്റ് ഈസ്, ഇവിടെ വേണമെങ്കിൽ പറയാം, ദാറ്റ് ഈസ് ബി ആക്സിസ് proportional to 1 divided by x cube. x cube, ക്യൂബിന് സംവിധാനം ഉണ്ട്. 0179 എക്സ് ക്യൂബ്. ജനറൽ ക്വസ്റ്റ്യൻ ആയി. അവൻ ഡിസ്റ്റൻസ് 2 മടങ്ങാക്കിയാൽ മാഗ്നറ്റിക് ഫീൽഡ് ബിക്കംസ് 1/8 ടൈംസ്. ബയോട്ട് സവേർട്സ് ലാ എന്ന് പറഞ്ഞ 1/r² എന്ന് എഴുതി വെച്ചളയല്. The distance of a point on the axis of a circular loop of coil is doubled. Magnetic field becomes 1/8 times. വളരെ 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 പ്രധാനം. ഇതൊക്കെയാണ് നമ്മളോട് ഓർമ്മിക്കാതെ നമ്മൾ തിരിച്ചു കൊടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിന്റെ സൈഡിൽ മാർക്ക് ചെയ്യുക, എൻട്രൻസ് പോയിന്റ് കിട്ടയ്ക്കുക. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ഇതിനകത്ത് ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട്. സപ്പോസ് ഈ പി എന്നുള്ള പോയിന്റ് സെന്ററിലെ പോയിന്റ് ആണെങ്കിൽ, അത് വളരെ പ്രധാനമാണ്. പി എന്നുള്ള പോയിന്റ് സെന്ററിലെ പോയിന്റ് ആണെങ്കിൽ, ഇഫ് പി ഈസ് എ പോയിന്റ്, അവിടെ വീണ്ടും അത് തന്നെ കയറുന്ന കേസ് 2. If P is a point at the center of the coil, അത് ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്, ഒത്തിരി ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടിട്ടുണ്ട്. സെന്റർ ഓഫ് ദ കോയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് എവിടെ x is equal to 0, പുട്ട് x is equal to 0, നടുക്കായി. therefore B center എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഇക്വേഷനകത്ത് x 0 ആയി പോകുമ്പോഴത്തേക്ക് പിന്നെ എത്ര വരും? നേരെ ഇവനെ അവിടെ കോപ്പി ചെയ്യാം. എല്ലാ ക്ഷമ വേണം എഴുതാൻ, അല്ലെങ്കിൽ വട്ടായി ഇറങ്ങി ഓടും നമ്മൾ. അതിൽ നമ്മൾ ഏതിനെ x 0 ഇതിനെയും കളഞ്ഞു. നേരത്തെ എ കളഞ്ഞു, ഇപ്പം ഇത് കളഞ്ഞു, ഇതിനെയും കളഞ്ഞു. ഇത് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എ ക്യൂബായിട്ട് മാറും. ലൈൻ ചെയ്യണം. അതായത് നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ്. ഈ ഇക്വേഷനകത്ത് ആദ്യത്തെ കേസിൽ നമ്മൾ എ കളഞ്ഞു, രണ്ടാമത്തെ കേസിൽ നമ്മൾ എക്സ് കളയുന്നു. സെൻറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ് കളഞ്ഞു. എക്സ് കളയുമ്പോഴത്തേക്ക് പിന്നെ എ സ്ക്വയർ ദ ഹോൾ 3/2 എ ക്യൂബായിട്ട് മാറും. ഇവിടെ ഇത് കട്ട് ചെയ്ത് പോകും.
ഇതും കൂടെ കട്ട് ചെയ്ത് പോയി. പിന്നെ ബാക്കി എത്ര വരും? ബാക്കി വരുന്ന ഇക്വേഷൻ വരുമ്പോഴത്തേക്ക് therefore ഈസ് ഈക്വൽ ടു, വീണ്ടും ഞാൻ അതിനെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തു. ഇതിപ്പോൾ എവിടെ നോന്നേടാ ഈ നാശം? ഇതിനല്ല, നീ എന്നെ പഠിപ്പിക്കല്ലേ. അപ്പോൾ ഇതിനകത്ത് കുറേ സാധനങ്ങൾ പോവും. നമ്മളിവിടെ എക്സ് 0 ആക്കി, ഇതെല്ലാം പോയി കഴിഞ്ഞു. അതും കട്ട് ചെയ്ത് പോകുമ്പോൾ പിന്നെ ഇതൊന്നും വേണ്ട, നമുക്ക് ഇതിനെ കിടക്കണം. പിന്നെ ബാക്കി എത്ര വരും? ഇവിടെ ഇതും അങ്ങ് പോയി. μ0 ni ഡിവൈഡഡ് ബൈ 2i, എന്നെടുത്ത് ഇപ്പുറത്തിട്. പറയാൻ എളുപ്പം അതാണ്. μ0 ni ഡിവൈഡഡ് ബൈ 2a. NIA പറയുന്നത്, NIA പറയുന്നൊരു സുഖമില്ല. μ0 ni ബൈ 2 അല്ല, μ0 ni ഡിവൈഡഡ് ബൈ 2a. ഇതിന്റെ പ്രത്യേകം എന്താണെന്ന് ചോദിച്ചിരുന്നാൽ, μ0 ഈസ് എ കോൺസ്റ്റന്റ്, i ഈസ് എ കോൺസ്റ്റന്റ്, 2 ഈസ് എ കോൺസ്റ്റന്റ്, n ഈസ് എ കോൺസ്റ്റന്റ്, റേഡിയസ് a എന്ന് പറഞ്ഞ് നോക്കുക. ഇവിടെ വരുമ്പോഴത്തേക്ക് a² + x² എന്ന് പറഞ്ഞാൽ വളരെ വലിയ ടേമാണ്. ഇവിടെ ഇപ്പൊ a മാത്രമേ ഉള്ളൂ. അപ്പം ഡിനോമിനേറ്റർ ചെറുതായി, അതുകൊണ്ട് സെൻട്രൽ വാല്യൂ ആണ് മാക്സിമം. ഈസ് ഈക്വൽ ടു that is v is maximum at the center of the coil. അടുത്ത എൻട്രൻസ് ക്വസ്റ്റ്യൻ ആയി. ഒരു സർക്കുലർ ലൂപ്പ് ഓഫ് കോയിൽ മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾ എവിടെയായിരിക്കും കാണുന്നത്? അറ്റ് ദ സെന്റർ. സോ എ സർക്കുലർ ലൂപ്പ് ഓഫ് കറണ്ട് പ്രൊഡ്യൂസേഴ്സ് ഇറ്റ്സ് മാഗ്നറ്റിക് ഫീൽഡ് ആൾവേസ് അറ്റ് ഇറ്റ്സ് സെന്റർ. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, പിന്നെ ഒരു സംശയം നിങ്ങൾക്ക് വരത്തില്ല. ഇത് ബയോട്ട് സവേർട്സില, ഇവിടെ θ90, അതുകൊണ്ട് ഇത്രയായിട്ട് മാറി. 2 കമ്പോണന്റ് കോസ് കമ്പോണന്റ് ക്യാൻസലായി, സൈൻ ആൽഫ കമ്പോണന്റ് മാത്രം എടുത്തു. ഇതിൽ കെ ഐ സൈൻ ആൽഫ ആർ എല്ലാം കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുക്കുക. ഡി എൽ മാത്രമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഡി എല്ലിന് പകരം അതിന്റെ ലെങ്ത് ഇട്ട് 2π, കുറെ ടേമുകൾ കട്ട് ചെയ്ത് പോയി. അവസാനം നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇവിടെ r² പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കാണ് റൈസ് ടു 3/2 ആയിട്ട് മാറുന്നത്. ഒരു ടേണിനാണെങ്കിൽ n10 കാണാൻ ഇൻറ്റു n. കേസ് 1, ഇഫ് പി ഈസ് എ പോയിന്റ് അറ്റ് എ ലാർജ് ഡിസ്റ്റൻസ് ആകുമ്പോഴത്തേക്ക് എ കളയും, എക്സ് എടുക്കും, x³ എന്നിട്ടും. തിരിച്ച് പി എന്നുള്ള പോയിന്റ് സെൻട്രലിലെ പോയിന്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ എക്സ് കളയും, തിരിച്ച് എ എന്നെടുക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് a³ എന്നിട്ടും. പക്ഷേ a² കട്ട് ചെയ്ത് a എന്ന് വരും. μ0 n i 2 എല്ലാം കോൺസ്റ്റന്റ് ആണ്. a മിനിമം ആയതുകൊണ്ട് മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ് അതിന്റെ സെൻട്രലായിരിക്കും വരുന്നത്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടാൻ 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്നുകിൽ നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക, അല്ലെങ്കിൽ ഏരിയ അതിന്റെ റേഡിയസ് കുറയ്ക്കുക, a കുറയ്ക്കുക. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കോയിൽ വലുതായിട്ട് വൈൻഡ് ചെയ്യരുത്. കോയിൽ എത്രത്തോളം ചെറുതായിട്ട് വൈൻഡ് ചെയ്യാമോ അത്രത്തോളം നല്ലതായിരിക്കും. b ഈസ് മാക്സിമം വെൻ a ഈസ് മിനിമം. അതുകൊണ്ട് കോയിൽ ഒരിക്കലും വലുതായിട്ട് വൈൻഡ് ചെയ്യേണ്ട. കോയിൽ എത്രത്തോളം ചെറുതാക്കാമോ അത്രത്തോളം ചെറുതാക്കുകയാണ് നല്ലത്. എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻ എഴുതി കൊടുക്കുക. അതിൻ്റെ താഴെ ഒരു ഗ്രാഫ് കാണാൻ പറ്റും. ആ ഗ്രാഫ് വളരെ പ്രധാനമാണ്. അതിന്റെ സെൻട്രൽ നോക്കി ആ കിട്ടുന്ന വാല്യൂ മാക്സിമം, ആ ഗ്രാഫ് ടിക്ക് ചെയ്യണം. സെൻട്രലിൽ കിട്ടുന്ന വാല്യൂ മാക്സിമം കണ്ട, വാല്യൂ മാക്സിമം എന്നതാണ് കാര്യം. ദൂരോട്ട് പോകും തോറും 1/r³. അപ്പോൾ ഒരു കർവ്ഡ് ആയിട്ടൊരു ലൈൻ കിട്ടും. അതൊരിക്കലും എക്സ് ആക്സിനെ ടച്ച് ചെയ്യാൻ പാടില്ല എന്ന് മാത്രം. ആ ഗ്രാഫും പരീക്ഷയ്ക്ക് വരയ്ക്കണം, ടിക്ക് ചെയ്യണം. ആ ഗ്രാഫും പരീക്ഷയ്ക്ക് വരയ്ക്കണം, ടിക്ക് ചെയ്യണം.